കർത്താവ് ഒരു ഉപമ പറഞ്ഞു. എന്തിന്റെ ഉപമയാന്ന് വെച്ചാൽ മടുത്തു പോകാതെ പ്രാർത്ഥിപ്പാൻ കർത്താവ് പറഞ്ഞ ഉപമ നമ്മൾ ശ്രദ്ധിച്ചു. എങ്ങനെ പ്രാർത്ഥിക്കണം? മടുത്തു പോകാതെ മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം. അതിന്റെ അർത്ഥം എന്താ? പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ, പ്രാർത്ഥനയിൽ മുന്നേറുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് മടുപ്പുകളുണ്ട്. എപ്പോഴും മടുപ്പുണ്ടാകുന്നത് നമ്മൾ ഉദ്ദേശിച്ച കാര്യം നടക്കാതിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഉദ്ദേശിച്ച കാര്യം ഉദ്ദേശിച്ച സമയത്ത് നടക്കാതിരിക്കുമ്പോൾ, ചിന്തിച്ച് ആഗ്രഹിച്ച കാര്യങ്ങൾ കൺമുമ്പിൽ കാണാതിരിക്കുമ്പോൾ ഏത് മനുഷ്യനും ജീവിതത്തിന്റെ മുമ്പിൽ മടുപ്പുണ്ടാകും. ഇന്നിവിടെ ഇരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിന്റെ അകത്തും നമ്മൾ ഉദ്ദേശിച്ച, നമ്മൾ ആഗ്രഹിച്ച, നമ്മൾ ചിന്തിച്ച രീതിയിൽ ചില കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ കാണാതിരിക്കുമ്പോൾ, നമ്മുടെ ജീവിതാനുഭവങ്ങൾ അങ്ങനെ ആ അനുഭവത്തിലേക്ക് പോകാതിരിക്കുമ്പോൾ സ്വാഭാവികമായും മനുഷ്യന്റെ ജീവിതത്തിന്റെ അകത്ത് മടുപ്പുണ്ടാകും. ആഗ്രഹിച്ചിട്ട് മടുപ്പുണ്ടാകുന്ന വെച്ചാൽ ഒരാഗ്രഹവും ഇല്ലാത്തവനല്ല മടുപ്പുണ്ടാകുന്നത്. ആഗ്രഹിച്ചിട്ട്, കൊതിച്ചിട്ട്, ചിന്തിച്ചിട്ട്, അതിനുവേണ്ടി ചിലപ്പോൾ പ്രവർത്തിച്ചിട്ട് വേണ്ടതുപോലെ കാണാതിരിക്കുമ്പോൾ സ്വാഭാവികമായി മനുഷ്യനായി പിറന്നവനാണോ അവന്റെ ജീവിതത്തിന്റെ അകത്ത് മടുപ്പുണ്ടാകും. പക്ഷെ എന്റെ യേശു അപ്പച്ചൻ പറയുകയാണ്, ഹല്ലേലൂയ, നിങ്ങൾ പ്രാർത്ഥനയിലായിരിക്കുമ്പോൾ ഹല്ലേലൂയ മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ, മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം. അതിന്റെ അർത്ഥം നീ പ്രാർത്ഥിക്കാൻ വാതിൽ ചെന്ന് മുട്ടുമ്പോൾ, നീ ദൈവപാദപീഠത്തിന്റെ മുമ്പിലായിരിക്കുമ്പോൾ, ചിലപ്പോൾ ഉദ്ദേശിച്ച സമയത്ത് നിന്റെ വിടുതൽ കണ്ടില്ലേലോ, നീ പ്രാർത്ഥനയിൽ മടുത്തു പോകരുത്. ഹല്ലേലൂയ. ഇന്ന് പകൽ ഇവിടെ വന്നിരിക്കുന്നവരോട് ദൈവാത്മാവ് ആവർത്തിച്ചു ആത്മാവിന്റെ ദൂത് പറയുകയാണ്, നീ പ്രാർത്ഥനയിൽ മടുക്കരുത്. കഴിഞ്ഞ ചില 2-3 ദിവസങ്ങളായി, ഈ ഒരാഴ്ചയായി ഉള്ളിന്റെ ഉള്ളിൽ ഹല്ലേലൂയ കർത്താവ് തന്നുകൊണ്ടിരിക്കുന്ന ഒരു വെള്ളം തിളച്ചു മറിയുന്ന പോലെ, തിര അടിച്ചു കയറുന്ന പോലെ, തിര തള്ളുന്ന പോലെ ഉള്ളിൽ ആത്മാവ് തന്നൊരു ആലോചനയാണ്. ഹല്ലേലൂയ, ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചോ, മടുത്തു പോകാതെ പ്രാർത്ഥിച്ചോ. നിന്റെ ജീവിതത്തിൽ ഒരു മടുപ്പ് വരാൻ കാരണം എന്താണെന്നറിയാമോ? നീ പ്രാർത്ഥിച്ചിട്ടും, ചില വിഷയത്തിൽ ആഗ്രഹിച്ചിട്ടും, നേരോടെ നിന്നിട്ടും ചിലത് ഹല്ലേലൂയ കാണാൻ പറ്റിയില്ലെങ്കിൽ ഭാരപ്പെടരുത്. ഈ പ്രാർത്ഥന മുന്നോട്ട് പോയാൽ പുതിയൊരു സീസൺ നിന്റെ ജീവിതത്തിൽ ദൈവം ചെയ്യും. ഒരു പുതിയ സീസൺ ദൈവം ചെയ്യാനാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന്റെ ദാസനെ ഓർപ്പിച്ചതുപോലെ ചിലതിന്റെ ജീവിതത്തിൽ ഒരു ക്രോസ് ഓവർ, അടുത്തൊരു ഘട്ടം വെളിപ്പെടുകയാണ്. നിങ്ങൾക്കറിയാമോ? ഹല്ലേലൂയ, ഈ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്നവർക്കറിയാം. ഹല്ലേലൂയ, ഈ ഫ്ലൈറ്റിൽ ഈ മേലോട്ട് ഇങ്ങനെ കയറി ഒരു ലെവൽ എത്തിക്കഴിഞ്ഞാൽ നല്ല സുഖമാണ്. ഹല്ലേലൂയ, ഇങ്ങനെ ഫ്ലൈറ്റ് നമ്മുടെ വീടിന്റെ മേലോട്ടൊക്കെ രാവിലെ നോക്കിയാൽ മതി, ഫ്ലൈറ്റ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും, ഒരു ബുദ്ധിമുട്ടില്ല. പക്ഷെ ഫ്ലൈറ്റിൽ ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു മണ്ഡലം എവിടാന്നറിയാമോ? ഇത് താരേന്ന് പറന്ന് ഉയർന്ന് മേളത്ത് ഒരു തലത്തിൽ എത്തുന്നവരെ ഭയങ്കര പാടാ. റൺവേ കൂടെ ഓടും, ചെറിയ വിറയിലുണ്ടാവും. അടുത്തത് ഈ മേഘങ്ങളെ കീറി മുറിച്ച് ഒന്ന് ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ ആടി ഉലഞ്ഞ് ഒരു പ്രത്യേക ലെവൽ അടി എത്തുന്നവരെ അതിങ്ങനെ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കും. ഹല്ലേലൂയ, ഇതുപോലെ. പക്ഷെ ആ സമയത്ത് പൈലറ്റ് മനസ്സ് പതക്കത്തില്ല, ഒന്നും പതറത്തില്ല, വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. പൈലറ്റിന് അറിയാം ഒരു പ്രത്യേക സമയം എത്തുമ്പോ ഈ കാര്യം സ്മൂത്ത് ആയിട്ട് പോകും എന്ന് പറയുന്ന പോലെ നിന്റെ ജീവിതത്തിന്റെ അകത്ത് ചില ആടി ഉലച്ചിലുകൾ എന്തിനാണെന്നറിയാമോ? ഒരടുത്ത ഘട്ടം വെളിപ്പെടാൻ സമയമായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ മടുത്തെങ്കിൽ അടുത്ത ഉത്തരത്തിന് സമയമായി. നീ കണ്ടിട്ടില്ലാത്തൊരു സീസൺ ദൈവത്താൽ സംഭവിക്കാൻ സമയമായി. വിശ്വസിക്കുന്നവർ കരങ്ങളെ അടിച്ച് നിന്റെ ജീവിതത്തിൽ ക്രോസ് ഓവറിന്റെ, നിന്റെ ജീവിതത്തിൽ അടുത്ത തലത്തിന്റെ, നിന്റെ ജീവിതത്തിൽ അടുത്ത സീസണിന്റെ, നിന്റെ ജീവിതത്തിൽ അടുത്ത ഘട്ടത്തിന്റെ, ന്യൂ ഫേസിന്റെ സമയമായി. മടുക്കരുത്. നീ പ്രാർത്ഥിച്ചോ. മടുക്കരുത്. Lekha baba shamdara baba lekha baba shamdara balkara regadiantara യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. മടുക്കരുത്. 1 കണ്ടില്ല 2 കണ്ടില്ലെന്ന് ഭാരപ്പെടരുത്. അങ്ങനെ ഏതെങ്കിലും വിഷയത്തിൽ അല്പം കൂടെ ലേറ്റായി നിന്നെ പ്രാർത്ഥിപ്പിക്കുന്നെങ്കിൽ ഇതുവരെ കാണാത്ത ചില സീസൺ നിന്റെ ജീവിതത്തിൽ ദൈവം ചെയ്യാനാ. അതാ കർത്താവിനെ മടുത്തു പോകാതെ പ്രാർത്ഥിപ്പീൻ. യേശുപ്പച്ചൻ എന്തോ ഉപമ പറഞ്ഞേ? ഒരു വിധവയുണ്ട്.
കഴിവില്ലാത്തവർ. ന്യായാധിപന്റെ ദേശത്തിലെ ന്യായാധിപന്റെ മുമ്പിൽ ചെന്നു. അതോ ഒരു നമ്മുടെ ഭാഷ പറഞ്ഞ ദുഷ്ടനായ ഒരു മനുഷ്യൻ, ദൈവഭയവും ഇല്ല, മനുഷ്യന്റെ ശങ്കയില്ല, ആരോടും ഒരു ഇതുമില്ല, ആരോടും കണക്ക് ബോധിപ്പിക്കണ്ട എന്ന് പറഞ്ഞ് ഭരിക്കുന്ന ഒരു മനുഷ്യൻ. പക്ഷേ അവൻ പറയണം, ആ ന്യായാധിപൻ പറയാണ്, ഈ വിധവ വിടോതെ എന്റെ മേൽ വന്ന് മുട്ടുന്നത് കൊണ്ട് ഞാൻ എഴുന്നേറ്റ് അവക്ക് വേണ്ടി പ്രതിക്രിയ ചെയ്യും. ഹല്ലേലൂയ. ഇന്ന് നോ എന്ന് പറഞ്ഞാലും മുട്ടുന്നവർക്കറിയാം ഇവൻ എഴുന്നേറ്റാൽ എന്റെ കാര്യം നടക്കും. അവൻ നോ എന്നേ പറഞ്ഞുള്ളൂ, എനിക്ക് ശക്തിയില്ലെന്ന് പറഞ്ഞില്ല. അവൻ നോ എന്നേ പറഞ്ഞുള്ളൂ, എനിക്ക് കഴിവില്ലെന്ന് പറഞ്ഞില്ല. ഹല്ലേലൂയ. നമ്മൾ പ്രാർത്ഥിച്ച വിഷയത്തിന് കണ്ടില്ല, പക്ഷേ ദൈവത്തിന് കഴിവില്ലെന്നല്ല, ദൈവത്തിന് പറ്റത്തില്ലെന്നല്ല, അവൻ ചലിക്കുന്ന സമയമുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. എങ്ങനെ പ്രാർത്ഥിക്കണം? മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം. ഉറക്കെ പറ, മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം. ഈ പിശാച് മടിപ്പിടുന്ന എന്തിനാണെന്നറിയാമോ? ഇത് കഴിഞ്ഞാൽ നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുന്ന ഒരു വലിയ ഘട്ടമാണ്. അതിനെ സമ്മതിപ്പിക്കാതെ നിന്നെ അതിന്റെ ട്രാക്ക് മാറ്റാനാണ് ഇവനിട്ട് മടിപ്പിക്കുന്നത്. മടുത്തു പോകരുത്. ഉറക്കെ പറ, മടുത്തു പോകരുത്. പഴയ നിയമത്തിൽ ഏലിയാവ് എന്ന് പറയുന്ന ഒരു പ്രവാചകൻ, താൻ ആദ്യം ദൈവനിയോഗം കിട്ടി രാജാവിന്റെ ദേശത്ത്. അഹാബ് രാജാവിനോട് പറഞ്ഞു, ദേശത്ത് മഴ പെയ്യത്തില്ല, ഞാൻ പറഞ്ഞിട്ടല്ലാതെ മഞ്ഞും മഴയും പെയ്യത്തില്ല. അതുപോലെ സംഭവിച്ചു. പിന്നൊരു 3.5 വർഷം ദേശത്ത് മഴ പെയ്തില്ല. ശ്രദ്ധിക്കണേ, അതിന്റെ കുഴപ്പം എന്താണെന്നറിയാമോ? തോട്ടി വെള്ളമില്ല. 1 രാജാക്കന്മാർ 18 രാജാവ് അന്വേഷിക്കുന്നുണ്ട്, എടാ ഇവിടുത്തെ മൃഗസമ്പത്തിന് ഒരു അല്പം പുല്ലെങ്കിലും എവിടെങ്കിലും തോട്ടിന്റെ കരയിൽ കിട്ടുമോ? അപ്പൊ ആഹാരം പോലും ഇല്ല, ഒരു ചെറിയ പുല്ല്, മൃഗങ്ങൾക്ക് മേയാൻ ഒരു ചെറിയ പച്ചിപ്പിന്റെ ഒരു അറ്റം ഇല്ല. അതുപോലെ ഉണങ്ങി വരണ്ടു. നിങ്ങൾ ആലോചിക്കും, 3.5 വർഷം വെള്ളമില്ലാതെ മഴയില്ലാത്ത അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. 3.5 വർഷം മൊത്തം ഉണങ്ങി വറ്റി, ഒരു തരി പുല്ല് പോലും ഇല്ലാത്തൊരവസ്ഥ. അതുപോലെ ദേശം ഉണങ്ങി വരണ്ട അനുഭവം. ഇങ്ങനെ ഉണങ്ങി വരണ്ട നിൽക്കുമ്പോ ദൈവം ഒരു ദൂത് പറഞ്ഞു, വീണ്ടും ഞാൻ മഴ പെയ്യിപ്പിക്കാൻ പോവാ. വീണ്ടും ഞാൻ എന്ത് ചെയ്യാൻ പോവാ? മഴ പെയ്യിപ്പിക്കും. മഴ പെയ്യരുത് എന്ന് പറഞ്ഞ് കൽപ്പിച്ചവൻ നിമിഷ നേരം കൊണ്ട് എല്ലാം അടഞ്ഞു, മഴ പെയ്തില്ല. പക്ഷെ മഴ പെയ്യും എന്ന് പറഞ്ഞതിന് ശേഷം ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് സംഭവിച്ചത്. നിങ്ങൾ ആ വചനം ഒന്ന് ശ്രദ്ധിച്ചു, നിയോഗത്തോടെ എന്ന് ഈ ദൂത് സംസാരിക്കുന്നത്. 1 രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായം. മഴയില്ലാതിരിക്കുന്ന അവസ്ഥ. 18-ന്റെ 1 തൊട്ട് വായിക്കുമ്പോൾ മഴയില്ല, എല്ലാം വരണ്ട് കിടക്കുന്ന ഒരവസ്ഥ. പക്ഷെ വീണ്ടും ഏലിയ പ്രവാചകനോട് ദൈവം തന്റെ ദൂത് പറഞ്ഞു. ദൂത് പറഞ്ഞപ്പോൾ 18-ന്റെ 41 മുതൽ ഉള്ള വാക്യങ്ങൾ വായിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവരും ആ വചനത്തെ ശ്രദ്ധിക്കുക. പിന്നെ ഏലിയാവ് ആഹാബിനോട്, നീ ചെന്ന് ഭക്ഷിച്ച് പാനം ചെയ്യുക, വലിയ മഴയുടെ മുഴക്കം ഉണ്ട് എന്ന് പറഞ്ഞു. ആഹാബെ ഭക്ഷിച്ച് പാനം ചെയ്യേണ്ടതിന് മല കയറിപ്പോയി. വലിയ മഴയുടെ മുഴക്കം വരുന്നു എന്ന് പറഞ്ഞ് അവനോട് ദൂത് പറഞ്ഞു. ആഹാബ് കേറിപ്പോയി. ഏലിയാവോ കർമ്മേൽ പർവ്വതത്തിന്റെ മുകളിൽ കയറി നിലത്ത് കുനിഞ്ഞ് മുഖം തന്റെ മുഴങ്കാലുകളുടെ നടുവിൽ വെച്ച് തന്റെ ബാല്യക്കാരനോട്, നീ ചെന്ന് കടലിന്റെ നേരെ നോക്കുക എന്ന് പറഞ്ഞു. താൻ മലയിൽ കയറിപ്പോയി പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചിട്ട് സെർവന്റിനോട്, ബാല്യക്കാരനോട് പറഞ്ഞു, നീ ചെന്ന് കടലിന് നേരെ നോക്കുക എന്ന് പറഞ്ഞു. എന്തിനാ വിട്ടേന്നറിയോ? ഞാൻ പറഞ്ഞ എന്തെങ്കിലും കാര്യത്തിന്റെ ഒരു ലക്ഷണം കാണുന്നുണ്ടോ എന്നറിയാൻ കടലിന്റെ മീതെ പോയി നോക്കാൻ പറഞ്ഞു. വായിച്ചു. അവൻ ചെന്ന് നോക്കിയിട്ട് ഒന്നുമില്ല എന്ന് പറഞ്ഞു. ഈ ബാല്യക്കാരൻ ചെന്ന് പ്രാർത്ഥിക്കുന്നവനോട് ചെന്ന് പറയുകയാണ്, ഒന്നുമില്ല. എന്തുമില്ല? ഒന്നുമില്ല. ചിലപ്പോ പ്രാർത്ഥിക്കുമ്പോ നമ്മുടെ മുമ്പിലും ഒന്നും ഇല്ലാതെ കാണും. അടുത്തിരിക്കും തൊട്ട് പറയും, ഇത് പഴയ നിയമം തൊട്ടേ ഉള്ളതാന്ന് പറയാം, പണ്ടേ ഉള്ളതാന്ന് പറയാം, ഇത് പണ്ടേ ഉള്ളതാ. അതെ പാസ്റ്റർ, എന്റെ വിഷയത്തിന് എന്താ മാത്രം? എന്റെ വിഷയത്തിൽ തുടങ്ങിയതല്ല പാസ്റ്റർ, എനിക്ക് മാത്രം എന്താ? നമ്മുടെ വിഷയത്തിൽ തുടങ്ങിയതല്ല.
പ്രതീക്ഷയോടെ മലമുകളിൽ കയറി പ്രാർത്ഥിക്കാൻ തുടങ്ങിയ എന്തായാലും വിട്ടേന്റെ ഉദ്ദേശം എന്തുവാ? എന്തെങ്കിലും ഒരു കാണാൻ സാധ്യത ഉണ്ടോ? അവൻ ചെന്നിട്ട് പറയോ ഒന്നും ഒന്നുമില്ല. സ്വാഭാവികമായി മടുപ്പ് വരാൻ വേറെ ഒന്നും വേണ്ട. ഇനി അടുത്തത് അതിന് അവൻ പിന്നെയും 7 പ്രാവശ്യം ചെല്ലുക എന്ന് പറഞ്ഞു. പക്ഷെ ഒരു കാര്യം, നീ ഒരു കാര്യം വിടരുത്. ഞാൻ ഇവിടെ പ്രാർത്ഥിച്ചോണ്ടിരിക്കുക, നീ വീണ്ടും ഇതുപോലെ 1 2 3 4 5 6 നീ 7 പ്രാവശ്യം ഇതുപോലെ വെക്കൂ. അപ്പൊ മിക്കവാറും 1-ാം പ്രാവശ്യം വന്നു ഒന്നുമില്ല, 2-ാം പ്രാവശ്യം പോയിട്ട് വന്നു ഒന്നുമില്ല യജമാനനെ, 3-ാം പ്രാവശ്യം വന്നു ഒന്നുമില്ല, 4-ാം പ്രാവശ്യം ഒന്നുമില്ല. സ്വാഭാവികമായി ഏത് മനുഷ്യനും മടുക്കും. പക്ഷെ ഒരു ദൂത് പറയാം, നീ മടുത്തു പോകാതെ പ്രാർത്ഥിപ്പിക്കും. കാരണം ഈ പ്രാർത്ഥന വെറും ഒരു പ്രാർത്ഥനയല്ല, ഒരു ദേശത്തിന്റെ സീസൺ ചേഞ്ച് ആവാൻ പോവാ. ഇതുവരെ കണ്ടിട്ടില്ലാത്ത ചിലത് കാണാൻ പോവുക. 3.5 വർഷമായിട്ട് വിതയില്ല, കൊയ്ത്തില്ല, വെള്ളമില്ല, പുല്ലില്ല, ഫുഡില്ല, ദേശം വല്ലാത്തൊരവസ്ഥയില. ഹല്ലേലൂയ. ഇന്ന് പകൽ പരിശുദ്ധ ദൂത് പറയുന്നു, ഏതെങ്കിലും വിഷയത്തിൽ മടുത്തിരിക്കുകയാണെങ്കിൽ നീ വീണ്ടും പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. അസാധാരണമായ ദൈവം കാണിക്കും. ഹല്ലേലൂയ. അടുത്തത് 7 പ്രാവശ്യം ചെല്ലാൻ പറഞ്ഞു. അടുത്ത വാക്യം 7-ാം പ്രാവശ്യമോ? 7-ാം പ്രാവശ്യം ഈ ബാല്യക്കാരൻ പോയിട്ട് വന്നപ്പോ അവൻ ഇതാ കടലിൽ നിന്ന് ഒരു മനുഷ്യന്റെ കൈ പോലെ, ഇതാ കടലിൽ നിന്നും ഒരു മനുഷ്യന്റെ കൈ പോലെ ഒരു ചെറിയ മേഘം പോകുന്നു എന്ന് പറഞ്ഞു. ഒരു എന്തോ മേഘോ? ഒരു ചെറിയ മേഘം. ചെറിയ മേഘം. ഉറക്കെ പറ, ചെറിയ മേഘം. ചെറിയ മേഘം എന്ന് പറഞ്ഞാൽ എത്രയുണ്ടെന്ന് അറിയാമോ? ഒരു മനുഷ്യന്റെ കൈ. നമ്മളിങ്ങനെ കൈ പിടിച്ചാൽ, മുഷ്ടി പിടിച്ചാൽ, അല്ലെങ്കിൽ കൈ നീട്ടിയാൽ എത്ര ഉണ്ട്? ആകെ കൂടി ഇത്രയുള്ള ഒരു വര പോലെ ഇരിക്കുന്ന ഒരു ചെറിയ മേഘം അവിടുന്ന് പൊങ്ങി വരുന്നത് ഞാൻ പറഞ്ഞു. അതിന് അവൻ, നീ ചെന്ന് ആഹാബിനോട് മഴ നിന്നെ തടുക്കാതിരിക്കേണ്ടതിന് രഥപ്പൂട്ട് ഇറങ്ങിപ്പോക എന്ന് ബോധിപ്പിക്ക എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞപ്പോഴത്തേക്ക് ഏലിയാവ് തന്റെ ദാസനോട് പറയുന്ന, നീ ആഹാബിനോട് ചെന്ന് പറ, വൻമഴ പെയ്യാൻ പോവാ, നിന്റെ യാത്രയെ തടുക്കാതിരിക്കാൻ നീ കാര്യങ്ങൾ ക്രമീകരിച്ചോ. കാരണം ഇദ്ദേഹത്തിന് അറിയാം, ഇതുവരെ ഒന്നും കാണാതിരുന്നിട്ട് ഒരു മനുഷ്യന്റെ കൈപോലൊരു മേഘം ദൈവത്തിന് കാണിക്കാമെങ്കിൽ ഈ കൈപോലിരിക്കുന്ന മേഘത്തെ വൻമഴയാക്കി മാറ്റാൻ എന്റെ ദൈവത്തിന് സാധിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്ത വാക്ക് ക്ഷണത്തിൽ ആകാശം മേഘവും കാറ്റും കൊണ്ട് കറുത്ത്. ക്ഷണത്തിൽ ആകാശം മേഘം മുഴുവൻ എന്ത് ചെയ്തു? കാറ്റും കൊണ്ട് കറുത്തു വൻമഴ പെയ്തു. കാറ്റും കൊണ്ട് കറുത്തു വൻമഴ പെയ്തു. ഈ വരുന്ന സീസണിൽ ഇതാ നീ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്, ഇച്ചിരി കണ്ട വിഷയത്തിന്, കഴിഞ്ഞ നാളിൽ ഒന്നും കാണാത്ത വിഷയത്തിന് ഈ നാളുകളിൽ ഇച്ചിരി കണ്ടിരിക്കാം. ഇച്ചിരി കണ്ട ചില വിഷയത്തിന് മൊത്തത്തിൽ കറുത്ത്, ഹല്ലേലൂയ, ഒരു മഴയ്ക്ക് വേണ്ടി ഒരുക്കപ്പെടുന്ന പോലെ ഒരു സീസൺ ചേഞ്ച് ആകാൻ പോകുക. ഒരു ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് ഈ സംഭവം യാക്കോബ് അപ്പോസ്തലൻ പുതിയ നിയമത്തിൽ മനോഹരമായി പറഞ്ഞു. 3 ആണ്ടുകൾ ശേഷം മഴ പെയ്തു, ദേശത്ത് ധാന്യം വിളഞ്ഞു. ഹല്ലേലൂയ. അതിന്റെ അർത്ഥം എന്താ? വിതയില്ല, കൊയ്ത്തില്ല, അങ്ങനെ ഒരു സീസൺ ഇല്ല. പക്ഷെ ഒരു ക്രോസ് ഓവർ നടന്നു, ഒരു മാറ്റം നടന്നു. ഉണങ്ങിയ അനുഭവങ്ങൾ മാറി, പച്ചിപ്പിന്റെ കൊയ്ത്തിന്റെ അനുഭവം വെളിപ്പെടുത്തി. കരങ്ങൾ അടിച്ചെയ്യുന്ന പകൽ ആത്മാവിൽ ചേർന്ന് ദൈവത്തിന്റെ മഹത്വം കരയറ്റിയേ. സങ്കീർത്തനം 62:11 വായിക്കുന്നു, എല്ലാവരും ശ്രദ്ധിക്കാം. ബലം ദൈവത്തിന് ഉള്ളതെന്ന് ബലം ദൈവത്തിന് ഉള്ളതെന്ന് ദൈവം ഒരിക്കൽ അരുളി ചെയ്തു. ദൈവം ഒരിക്കൽ അരുളി ചെയ്തു. അർത്ഥം കൂടെ വായിച്ചു. ഞാൻ 2 പ്രാവശ്യം കേട്ടുമിരിക്കുന്നു. ഞാൻ 2 പ്രാവശ്യം കേട്ടും ഇരിക്കുന്നു. ഒരിക്കൽ കൂടെ ഒന്ന് വായിച്ചേ, എല്ലാവരും ശ്രദ്ധിച്ചേ. ബലം ദൈവത്തിനുള്ളതെന്ന് ബലം ദൈവത്തിനുള്ളതെന്നോ ദൈവം ഒരിക്കൽ അരുളി ചെയ്തു. ദൈവം ഒരിക്കൽ അരുളി ചെയ്തു. ഞാൻ 2 പ്രാവശ്യം കേട്ടുമിരിക്കുന്നു. ഞാൻ അത് 2 പ്രാവശ്യം കേട്ടും ഇരിക്കുന്നു. ഒന്നുകൂടെ നമുക്ക് ചേർന്ന് വായിക്കാം. ബലം ദൈവത്തിനുള്ളതെന്ന് ദൈവം ഒരിക്കൽ അരുളി ചെയ്തു. ഞാൻ 2 പ്രാവശ്യം കേട്ടും ഇരിക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു തിരുവചനമാണ് നമ്മൾ വായിച്ചു കേട്ടത്. 62-ാമത്തെ സങ്കീർത്തനം അതിന്റെ തുടക്കം മുതൽ വായിക്കുമ്പോൾ ഭക്തനായ ദാവീദിന്റെ സങ്കീർത്തനമാണ്. തന്റെ ജീവിതത്തിൽ അസാധാരണമായ ജീവിതത്തിന്റെ പ്രതിസന്ധി, പോരാട്ടം,
അനുഭവിക്കുന്ന മണ്ഡലത്തിൽ നിന്നാണ് ഈ വചനം എഴുതുന്നത്, ഈ സങ്കീർത്തനം എഴുതുന്നത്. അതിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കും. ശൗൽ രാജാവ് ഒരു വേട്ടക്കാരൻ വേട്ടമൃഗത്തെ വേട്ടയാടുന്ന പോലെ പുറകിൽ നടന്ന് ഉപദ്രവം ചെയ്യുന്ന അനുഭവം ദാവീദിനുണ്ടായി. അത് മാത്രമല്ല, സ്വന്തം മകൻ അബ്ശലോം ദാവീദിന്റെ സിംഹാസനത്തിനെതിരെ നിൽക്കുന്ന അനുഭവം. അപ്പൊ സ്വന്തം മകനിൽ നിന്നും ശൗലിൽ നിന്നൊക്കെ ഒരു വല്ലാത്ത പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ, ഞാൻ പറയുന്നതാണ് അതിന്റെ യഥാർത്ഥ സംഭവം, അതിന്റെ പിക്ചർ. ഒരു വേട്ടക്കാരൻ വേട്ടമൃഗത്തെ ഇട്ട് പിടിക്കാനായിട്ട് ഓടിച്ച് ഒരിടത്ത് ഒതുക്കി നിർത്താൻ പറ്റാത്ത, സ്വസ്ഥത കൊടുക്കാതെ പിന്നിൽ നിൽക്കുന്ന പോലെ വേട്ടക്കാരൻ ആ ഇരയുടെ മുമ്പിൽ നിൽക്കുന്ന പോലെ തന്നെയാണ് ദാവീദിന് തന്റെ ജീവിതത്തിൽ അനുഭവം ഉണ്ടായത്. ആ അനുഭവത്തിൽ നിന്നുകൊണ്ട് അതിന്റെ 1-2 വാക്യങ്ങൾ ഒന്ന് വായിച്ചേ. എന്റെ ഉള്ളം ദൈവത്തെ നോക്കി മൗനമായിരിക്കുന്നു. എന്റെ രക്ഷ അവങ്കിൽ നിന്ന് വരുന്നു. അവൻ തന്നെ എന്റെ പാറയും എന്റെ രക്ഷയും ആകുന്നു. എന്റെ ഗോപുരവും അവൻ തന്നെ. ഞാൻ ഏറെ കുലുങ്ങിയില്ല. ഇവിടെ പറയുന്നു, എന്റെ ഉള്ളം ദൈവത്തെ നോക്കി മൗനമായിരിക്കുന്നു. ഞാൻ ദൈവത്തിന് കാത്തിരിക്കുന്നു. എന്റെ രക്ഷ ദൈവത്തിൽ നിന്ന് വരുന്നു. അടുത്ത വാക്യം 2 വായിച്ചേ. അവൻ തന്നെ എന്റെ പാറയും അവൻ എന്റെ പാറയും എന്റെ രക്ഷയുമാകുന്നു. എന്റെ രക്ഷയുമാകുന്നു. എന്റെ ഗോപുരം അവൻ തന്നെ എന്റെ ഗോപുരം. ഞാൻ ഏറെ കുലുങ്ങിയില്ല. ഇങ്ങനത്തെ ഒരു അവസ്ഥ നിൽക്കുക. ഇത്രയും അവസ്ഥ നിൽക്കുമ്പോൾ ദൈവമാണ് എന്റെ ബലം, ദൈവമാണ് എന്റെ പാറ, ദൈവമാണ് എന്റെ രക്ഷ, എന്റെ ഗോപുരം. അതുകൊണ്ട് എത്ര പ്രതിസന്ധി വേട്ടക്കാരനെ പോലെ എന്റെ പിന്നാലെ വന്നാലും ഞാൻ ഏറെ കുലുങ്ങിയില്ല. ഹല്ലേലൂയ. ഞാൻ കുലുങ്ങാൻ ദൈവം സമ്മതിക്കത്തില്ല. കാരണം ഞാൻ ആശ്രയം വെച്ചിരിക്കുന്നത് ഉറപ്പുള്ള പാറയിലാണ്. ദൈവത്തിൽ ആശ്രയിക്കുന്ന, കർത്താവിൽ വിശ്വസിക്കുന്നവർക്ക് ഇന്ന് പകലും ഇതിന്നൊരു ദൂതുണ്ട്. എത്ര നിന്റെ മുമ്പിൽ വന്നാലും, എത്ര നിന്നെ കുലുക്കാൻ ശ്രമിച്ചാലും, ദൈവത്തിൽ ആശ്രയിക്കുന്ന നീ ഏറെ കുലുങ്ങിപ്പോകാൻ ദൈവം അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. ഏറെ കുലുങ്ങാൻ ദൈവം അനുവദിക്കത്തില്ല. അതാ 46-ാം സങ്കീർത്തനത്തിൽ ഈ സങ്കീർത്തനകാരൻ പറയുന്നത്, ദൈവം എന്റെ സങ്കേതം, ദൈവം എന്റെ ബലം, കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണ. അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും, പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും, ആ വെള്ളം എല്ലാം കൂടെ ഇരച്ച് കലങ്ങി വന്നാലും ഞാൻ ഭയപ്പെടത്തില്ല. ദൈവം അതിന്റെ മധ്യേ ഉണ്ട്, അത് കുലുങ്ങിപ്പോകയില്ല. ദൈവം എന്നെ സഹായിക്കും. ദൈവന്റെ ബലം, ദൈവന്റെ സങ്കേതം. ഈ പർവ്വതങ്ങളും ഇതെല്ലാം കൂടെ കുലുങ്ങി വെള്ളം സമുദ്രത്തിൽ വീണ് ആ വെള്ളം എല്ലാം കൊണ്ട് ഇരച്ചു കയറി വന്നാലും, അതാണ് ഏറ്റവും വലിയ വിഷയം. അതുപോലെ വിഷയം അടിച്ചു കയറി വന്നാലും ദൈവത്തിൽ ആശ്രയിക്കുന്ന സങ്കേതവും ബലവുമായിരിക്കുന്നവൻ കുലുങ്ങാൻ ദൈവം അനുവദിക്കത്തില്ല. അപ്പൊ ദൈവത്തിൽ ആശ്രയിക്കുന്നവന്റെ പ്രത്യേകത എന്തറിയോ? അവൻ കുലുങ്ങാൻ ദൈവം അനുവദിക്കത്തില്ല. ഈ ശബ്ദം കേൾക്കുമ്പോൾ കർത്താവ് മുറുകെ പിടിച്ചോ. നീ കുലുങ്ങി വീഴാൻ, നീ തകർന്നു വീഴാൻ എന്റെ കർത്താവ് അനുവദിക്കത്തില്ല. കർത്താവിനെ മുറുകെ പിടിക്കുന്നതെങ്കിൽ. വേട്ടക്കാരനെ പോലെ പ്രിയപ്പെട്ടവർ തന്റെ പിന്നാലെ വരുന്നു. അനുഭവത്താരോട് പറയുന്നുണ്ട്, അതരം കൊണ്ട് അനുഗ്രഹിക്കുമെങ്കിലും ഉള്ളുകൊണ്ട് ശപിക്കുന്നവർ. അവരുടെ മധ്യത്തിൽ ദാവീദായിരുന്നു. പുകഴ്ത്തുന്നവരുണ്ട്, പക്ഷെ ഉള്ളുകൊണ്ട് തീന്നു ശപിക്കും. അതരം കൊണ്ട് അനുഗ്രഹിക്കുന്നു, ഹൃദയം കൊണ്ട് ശപിക്കുന്നു. അങ്ങനത്തെ ചുറ്റുപാട് നിൽക്കുമ്പോ ദാവീദ് പറയാ, എന്റെ സങ്കേതവും എന്റെ ബലവുമായ ദൈവത്തിങ്കിൽ ഞാൻ ആശ്രയിക്കുന്നു. അപ്പൊ ഒരു മനുഷ്യൻ ആശ്രയിക്കാൻ പറ്റുന്ന ദൈവത്തിന്റെ സന്നദ്ധിയാണ്. അവൻ ഒരു നാൾ എന്ത് ചെയ്യത്തില്ല, കുലുങ്ങിപ്പോകത്തില്ല. അതിന്റെ അർത്ഥം എന്താ പറയാ? അവൻ ഒരു സ്വസ്ഥത അനുഭവിക്കും. ദാവീദ് പറയാൻ കാരണം അറിയോ? ഇത്ര പോരാട്ടം അനുഭവിച്ചിട്ടും ദാവീദ് എന്തോ അനുഭവിച്ചു? ഉള്ളിന്റെ ഉള്ളിൽ ഉറക്കെ പറ, സ്വസ്ഥത അനുഭവിച്ചു. എല്ലാവരും ശ്രദ്ധിച്ചേ, ക്രിസ്തീയ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ബ്ലെസ്സിങ്ങിൽ ഒന്ന് എന്താണെന്നറിയാമോ? നമുക്ക് നന്മ കിട്ടും, കാറ് കിട്ടും, വാഹനം, അതൊക്കെ വേറൊരു ഘട്ടം. ദൈവം തരുന്ന നന്മ. ഏറ്റവും വലിയ ബ്ലെസ്സിങ് എന്താണെന്നറിയാമോ? പ്രതിസന്ധി മുമ്പിൽ നിൽക്കുമ്പോഴും അകത്ത് ദിവ്യമേറിയ സമാധാനം. അതാർക്കും തരാൻ പറ്റത്തില്ല. ഞാൻ ഒരിക്കൽ കൂടെ പറയുന്നതൊക്കെ,
പ്രതിസന്ധികൾ മാറുമ്പോൾ നമുക്ക് സന്തോഷമുണ്ട്, വിടുതലുണ്ട്. പക്ഷെ ഇതിന്റെയൊക്കെ തുടക്കത്തിൽ ഇത് നിൽക്കുമ്പോ തന്നെ ഉള്ളിന്റെ ഉള്ളിൽ ദൈവ റെസ്റ്റ്, ശബത്ത്, സമാധാനത്തെ പകരും. ഇതാണ് നമ്മൾ ആദ്യം പ്രാപിക്കേണ്ടത്. പുതിയ നിയമത്തിൽ പറയുന്നുണ്ട്, സകല നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവസന്നിധിയിൽ സമർപ്പിക്കും, എന്നാൽ സകല ബുദ്ധിയെ കവിയുന്ന ദൈവത്തിന്റെ സമാധാനം ഹൃദയത്തിൽ നിലവുകളെ വാഴും. നമ്മുടെ ഉള്ളിൽ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ ആദ്യം ലഭിക്കുന്ന ഉള്ളിൽ ഒരു റെസ്റ്റാണ്. അത് കിട്ടിയില്ലെങ്കിൽ സത്യം പറഞ്ഞ പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ സമർപ്പിച്ച് ആദ്യം അത് ഏറ്റെടുക്കണം. വിടുതലിന്റെ പിന്നാലെ വരും. നമുക്ക് ആദ്യം നിൽക്കുന്ന എന്താണ്? അകത്ത ബലവും അകത്ത ശക്തിയും തരുന്ന സമാധാനം, ക്രിസ്തുവിൽ ഒരു റെസ്റ്റ്. അതിന് ശബത്ത് എന്ന് പറയാം. ശബത്ത്, റെസ്റ്റ്. ശബത്ത് എന്ന് പറഞ്ഞാൽ ആ 6 ദിവസം അധ്വാനിച്ച് ഒരു ദിവസം നീ റെസ്റ്റ് എടുക്കുക എന്ന് പറയുന്ന പോലെ വേറൊരു പരിപാടിയിലേക്ക് പോകരുത് എന്ന് പറഞ്ഞ സ്വസ്ഥത അനുഭവിക്കുന്ന പോലെ നമ്മുടെ ഉള്ളത്തിൽ അസ്വസ്ഥത ദൈവം പകരും. അസ്വസ്ഥപ്പെടുന്നെങ്കിൽ ഇന്ന് പ്രാർത്ഥിച്ച് അസ്വസ്ഥത സ്വീകരിക്കണം. റിയലി ഞാൻ പറയാം, ഹല്ലേലൂയ. വിടുതൽ രണ്ടാമത് വരട്ടെ, ഹല്ലേലൂയ. കാരണം അതിനേക്കാൾ ഏറ്റവും വലിയ വിഷയമാണ് അകത്ത സ്വസ്ഥത കിട്ടണം. അകത്ത സ്വസ്ഥത കിട്ടിയില്ലെങ്കിൽ ചിലപ്പോൾ വിടുതൽ കിട്ടിക്കഴിഞ്ഞാൽ സ്വസ്ഥത കിട്ടത്തില്ല. അകത്ത സമാധാനം, അത് സ്വസ്ഥത കിട്ടിയില്ല. പ്രശ്നം എന്തറിയോ? ശ്രദ്ധിച്ചേ, നമ്മുടെ സ്വഭാവത്തെ വരെ ബാധിക്കും. നമ്മുടെ എന്തിനെ ബാധിക്കും? സ്വഭാവത്തെ വരെ ബാധിക്കും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അകത്തൊരു സ്വസ്ഥ, നമ്മൾ അസ്വസ്ഥമായിരുന്നാൽ മൊത്തത്തിൽ നമ്മൾ ആള് മാറും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് സ്വസ്ഥത അനുഭവിക്കുന്ന അനുഭവം. ഇത്ര പ്രതിസന്ധികൾ ദാവീദ് പറയാണ്, ഞാൻ ദൈവത്തിൽ ആശ്രയം വെച്ചിരിക്കും, ഞാൻ നിർഭയനായിരിക്കും, സമാധാനമായിരിക്കും, ഞാൻ ഏറെ കുലുങ്ങത്തില്ല. പർവ്വതം വീണ് സാമുദ്രം ഇഴച്ചു വന്നാലും എനിക്ക് ഒന്നും സംഭവിക്കത്തില്ല. അത് യേശു കർത്താവ് ഈ ഭൂമി വന്നപ്പോൾ തന്റെ ശുശ്രൂഷകനെ ആദ്യ നാളിൽ പറഞ്ഞൊരു വചനമുണ്ട്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരെ, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരെ നിങ്ങൾ എന്റെ അടുക്കൽ വരും, ഞാൻ നിങ്ങളെ, ഇംഗ്ലീഷ് റെസ്റ്റ് തരാന്ന് പറഞ്ഞു, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. അധ്വാനിക്കുന്നവർ, ഭാരം ചുമക്കുന്നവർ, നിങ്ങൾ എന്റെ അടുക്കൽ വരും, ഞാൻ നിങ്ങൾ എന്ത് ചെയ്യാം? ആശ്വസിപ്പിക്കാം. ഇനി 5-ാമത്തെ വാക്യം വായിച്ചു. 5:62 സങ്കീർത്തനം. എന്റെ ഉള്ളമേ ദൈവത്തെ നോക്കി മൗനമായിരിക്കാം, എന്റെ ഉള്ളം ദൈവത്തെ നോക്കി മൗനമായിരിക്കാം, എന്റെ പ്രത്യാശ അവങ്കിൽ നിന്ന് വരുന്നു, അവൻ തന്നെ എന്റെ പാറയും എന്റെ രക്ഷയും ആകുന്നു. ശ്രദ്ധിച്ചേ, അവിടെയും പറയുന്നു, ഞാൻ എന്റെ ദൈവത്തിനായി എന്ത് ചെയ്യുന്നു? വെയിറ്റ് ചെയ്യുന്നു, കാത്തിരിക്കുന്നു. എന്റെ ദൈവത്തെ നോക്കി ഞാൻ എന്ത് ചെയ്തിരിക്കുന്നു? മൗനമായിരിക്കും. എന്റെ പ്രത്യാശ എവിടെ നിന്ന് വരുന്നു? അവങ്കിൽ നിന്ന് വരുന്നു. എനിക്ക് പ്രതികരിക്കാൻ തോന്നുന്നു, എനിക്ക് വല്ലാത്ത അവസ്ഥ തോന്നുന്നുണ്ട്, പക്ഷെ ഞാൻ ദൈവത്തിനായി കാത്തിരിക്കുന്നു. എന്റെ പ്രത്യാശ എവിടെ ആകുന്നു? എന്റെ ദൈവത്തിങ്കലാണ്. ഇവിടെ പറയുന്നു, എല്ലാം വന്നോട്ടെ, പക്ഷെ ദൈവത്തിന്റെ പ്രവൃത്തിക്കായി ഞാൻ കാത്തിരിക്കുന്നു. ഇപ്പൊ എന്റെ ഉള്ളിൽ അകത്തൊരു സമാധാനമുണ്ട്, എനിക്കറിയാം, പക്ഷെ അടുത്തൊരു ദൈവ പദ്ധതിക്കായി ഞാൻ കാത്തിരിക്കുന്നു, ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവർ, 62-ാം സങ്കീർത്തനം നമ്മളോട് പറയുന്നു, ജീവിതത്തിന്റെ പ്രതിസന്ധികൾ ദൈവത്തിങ്കിൽ ആശ്രയം വെച്ച് കാത്തിരിക്കാൻ. 1, നിന്റെ ഉള്ളിൽ ദൈവം സമാധാനത്തെ ദൈവം പകരും. 2, നീ പ്രതീക്ഷയോടെ കാത്തിരുന്നോ, സമയത്ത് ദൈവത്തിന്റെ പ്രവൃത്തിയെ വെളിപ്പെടുത്തും. അവൻ രക്ഷിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. വിശുദ്ധ ബൈബിൾ ഉടനീളം പരിശോധിക്കുമ്പോൾ ദൈവത്തിന്റെ ജനം പല പ്രാവശ്യം പല സമയത്ത് വിഷയങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കേണ്ടി വന്നിട്ടുണ്ട്. ജോസഫ് കാത്തിരുന്നില്ലേ? എന്റെ 13 to 20 വർഷം കാത്തിരുന്നു. അപ്പോഴാണ് താൻ കണ്ട സ്വപ്നം മുഴുവൻ പൂർത്തീകരിക്കുന്ന രീതിയിൽ തന്റെ ജീവിതത്തിൽ അത്ഭുതം സംഭവിച്ചത്. സ്വപ്നം കണ്ടു, പക്ഷെ എന്ത് ചെയ്തു? 20ഓളം വർഷം എത്തി അത് പൂർത്തീകരിക്കാൻ. അബ്രഹാമിന്റെ ജീവിതത്തിൽ ദൈവം പറഞ്ഞ ദൂതിന് ഏകദേശം 25ഓളം വർഷം കാത്തിരിക്കേണ്ടി വന്നു. നോഹയ്ക്ക് ദൂത് കിട്ടി, പെട്ടകം പണിയാൻ നീണ്ട വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വന്നു. ആ ദൈവം പറഞ്ഞതിനും വെള്ളപ്പൊക്കം ഉണ്ടായതിനും ഇടയ്ക്ക് നീണ്ട വർഷങ്ങൾ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അങ്ങനെ ഓരോരുത്തരുടെ ജീവിതത്തിൽ ദാവീദിന്റെ മേൽ അഭിഷേകത്തിന്റെ തൈലം വീണു. രാജാവായി നിന്നെ അഭിഷേകം ചെയ്യുന്നു ശൗമേൽ പ്രവാചകൻ പറഞ്ഞു. പക്ഷെ ഉടനെ അങ്ങ് രാജാവായില്ല.
നീണ്ട 15ഓളം വർഷം ഏകദേശം കാത്തിരുന്നിട്ടാണ് ആ അനുഭവത്തിലേക്ക് വന്നത്. അങ്ങനെ ആണെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ അകത്ത് ചിലതിനായി കാത്തിരിക്കുന്നത് ദൈവം പറഞ്ഞതിന്റെ പൂർത്തീകരണം എത്താനാണ്. കാത്തിരിപ്പില്ല ഉണ്ട്. ഇത്രയൊക്കെ രാജസ്ഥാനത്ത് അധികാരമുള്ള രാജ്ഞിയായിട്ട് നിന്ന എസ്തേറിന് പോലും 3-ൽ പരം ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാപിച്ചതിന് ശേഷമാണ് രാജസന്നിധി പോയി സംസാരിക്കേണ്ടത്. അപ്പൊ അവിടെ ഒരു കാത്തിരിപ്പുണ്ട്. അത് ദിവസമാകാം, മണിക്കൂറാകാം, വർഷങ്ങളാകാം. പക്ഷെ മൗനതയോടെ ദൈവസന്നിധിയിൽ കാത്തിരുന്ന വെയിറ്റ് ചെയ്താൽ അവന് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ഇതെല്ലാം പറഞ്ഞ് താരോട്ട് വരുമ്പോ 8-ാം വാക്യം വായിച്ചേ. 62:8. എല്ലാ കാലത്തും അവനിൽ ആശ്രയിപ്പീൻ. നിങ്ങളുടെ ഹൃദയം അവന്റെ മുമ്പിൽ പകരുവീൻ. ജനമേ, എല്ലാ കാലവും ദൈവത്തിൽ ശരണം പുരപ്പീൻ, അവനിൽ ആശ്രയിപ്പീൻ, നിങ്ങളുടെ ഹൃദയം അവന്റെ മുമ്പിൽ പകരുവീൻ. തുറന്നു വെക്കുവിൻ. അടുത്ത് ദൈവം നമുക്ക് സങ്കേതമാകുന്നു. ദൈവം നമ്മുടെ സങ്കേതം. ഇത് പറഞ്ഞിട്ട് വീണ്ടും പറയാം, ഓ പീപ്പിൾ, എന്റെ ജനമേ, എല്ലാ കാലത്തും, ഉറക്കെ പറ, എല്ലാ കാലത്തും. ഒരിക്കൽ കൂടെ എല്ലാ കാലത്തും. എന്റെ ജനമേ, എല്ലാ കാലത്തും അവനിൽ എന്ത് ചെയ്യാ? ആശ്രയിപ്പീൻ. എല്ലാ കാലത്തും ആശ്രയിപ്പീൻ. അടുത്തത്, നിങ്ങളുടെ ഹൃദയം അവന്റെ മുമ്പിൽ പകരുവീൻ. എന്നിട്ട് എന്ത് വേണം? നിന്റെ ഹൃദയത്തെ ദൈവസന്നിധി എന്ത് ചെയ്യാം? പകരുവീൻ. ശക്തമായ ഒരു ദൂത പറയാം, നിങ്ങളുടെ ഹൃദയത്തെ ദൈവസന്നിധി എന്ത് ചെയ്യാ? ബൈബിൾ പകർന്ന് ഒത്തിരി പേരെ കാണാമെങ്കിലും പ്രധാനപ്പെട്ട നമ്മുടെ കൺമുമ്പിൽ വരുന്ന ആരാന്നറിയാമോ? ഹന്ന എന്ന് പറഞ്ഞൊരു സഹോദരിയാണ്. ദൈവസന്നിധി വന്ന് ഹൃദയത്തെ പകർന്നത്. ജീവിതത്തിൽ ഒരു തലമുറയില്ലാത്തോണ്ട് കുത്തുവാക്ക് കേട്ട് കരഞ്ഞ് പട്ടിണി കിടന്ന് അവൾ അനുഭവിച്ച വേദന എന്താണെന്നറിയാമോ? ആലയത്തിൽ പോകുമ്പോഴാണ് വീണ്ടും കളിയാക്കുന്നത്. കളിയാക്കി വല്ലാത്ത വേദനയായി. ആഹാരം കഴിക്കാതെ പട്ടിണി കിടന്ന് വളരെ കഴിഞ്ഞവൾ അവൾ ആലയത്തിൽ വന്ന് ദൈവസന്നിധി പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പോ പ്രാർത്ഥന വായിന്ന് വരുന്നില്ല. ഹല്ലേലൂയ. ഏതാണ്ടൊക്കെ പിറുപിറുപ്പ് വരുന്ന പോലെയാണ്. ആ പ്രാർത്ഥന കേട്ട പുരോഹിതൻ, ഏലി പുരോഹിതൻ ചോദിച്ചു, നീ എന്തോ വീഞ്ഞു കുടിച്ച് മത്തായിട്ട് ഏതാണ്ടൊക്കെ പറയുകയാണോ? അപ്പൊ അവള് പറയാണ്, ഇത് രാവിലത്തെ സമയമാണ്, ഒരു മനുഷ്യൻ വീഞ്ഞു കുടിക്കുന്ന സമയമൊന്നും ആയിട്ടില്ല, ഇത് വീഞ്ഞു കുടിച്ച് വന്നതല്ല, ഞാൻ മനോവ്യസനമുള്ള സ്ത്രീയാണ്, എന്റെ ഹൃദയത്തെ ഞാൻ പകരുകയാണ്. ഹല്ലേലൂയ. എന്റെ ജനമേ, എല്ലാ കാലത്തും അവനിൽ ആശ്രയിച്ച് നിങ്ങളുടെ ഹൃദയം അവന്റെ മുമ്പിൽ പകരുവേൻ. ഇന്ന് പകൽ ദൈവം ചിലതിനോട് പറയുന്നു, നിന്റെ ഹൃദയത്തെ ദൈവസന്നിധിയിൽ പകരുവേൻ. നിന്റെ ജീവിതത്തിൽ ഒരു സീസൺ ആരംഭിക്കാൻ പോകുകയാണ്. നിന്റെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്തത് ദൈവത്താൽ ചെയ്യാൻ പോകുകയാണ്. നീ ദൈവസന്നിധിയിൽ ഹൃദയത്തെ പകരുക. ഹല്ലേലൂയ. ഹന്നായെ, ഇതുവരെ കുത്തുവാക്ക് കേൾക്കുന്ന ഒരു സമയം, ഇതുവരെ ആരുടെ മുമ്പിൽ പോയാലും നീ തലകുനിച്ച് നിൽക്കുന്ന സമയം, ഇതുവരെ ആരുടെ മുമ്പിൽ പോയാലും മറ്റുള്ളവരുടെ മുമ്പിൽ നിൽക്കുമ്പോൾ നീ തലകുനിച്ച് നിൽക്കുന്ന സമയം. പക്ഷെ തലകുനിച്ച് നിൽക്കുന്ന നീ ഹൃദയത്തെ ദൈവസന്നിധിയിൽ പകർന്നാൽ നിന്റെ സീസൺ മാറാൻ സമയമായി. ആരോടൊക്കെ ദൈവം വിളിച്ചു പറയുന്നു, നിന്റെ ജീവിതത്തിൽ ഇതുപോലെ ഹൃദയത്തെ പകർന്നു. അവള് ഹൃദയത്തെ പകർന്നു പ്രാർത്ഥിച്ചു. സംഭവിച്ചെന്താ? ദൈവം അവളെ ഓർത്തു. ബൈബിൾ പറയുന്നു, ദൈവം അവളെ ഓർത്തു. ഹൃദയം പകരുന്ന ചിലതിനോട് പറയുന്നു, ദൈവം നിന്നെ ഓർക്കും. ദൈവം നിന്നെ ഓർക്കും. ദൈവം നിന്നെ ഓർക്കും. ഹല്ലേലൂയ. ഓർത്തിട്ട് തലമുറയെ നൽകി അനുഗ്രഹിച്ചു. അത് കഴിഞ്ഞിട്ട് ചില നാൾ കഴിഞ്ഞ് തിരിച്ചവള് വീണ്ടും ഒരു ആലയത്തിൽ ഒരു വരവുണ്ട്. അവിടെ ബൈബിൾ പറയുന്നു, എന്റെ ദൈവത്താൽ എന്റെ കൊമ്പ് ഉയർത്തി, എന്റെ തല ഉയർത്തി, ശത്രുവിന്റെ നേരെ എന്റെ വായെ വിസ്താരമായി തുറന്നു. ഞാൻ ഇന്ന് സന്തോഷമുള്ളവളായി മാറി. ഒരു ഷിഫ്റ്റ് നടന്നു, ഒരു ക്രോസ് ഓവർ നടന്നു. ഒരു വേദനയുള്ള, ഒരു നിരാശയുള്ള, ഒരു തകർക്കപ്പെട്ട അനുഭവമുള്ള ജീവിതത്തിന്റെ അകത്ത് നിന്ന് ചിലതിന്റെ ജീവിതത്തിന്റെ അകത്ത് ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ചില ജീവിതങ്ങളോട് വിളിച്ചു പറയുന്നു, നിന്റെ ജീവിതത്തിന്റെ അകത്ത് ദൈവത്താൽ കരങ്ങൾ അടിച്ചൊന്ന് ആത്മ നിറവിൽ അല്പം മിനിറ്റുകൾ ദൈവത്തെ ഒന്ന് ആരാധിച്ച്
ചില മിനിറ്റുകൾ ദൈവത്തോടൊന്ന് ആരാധിച്ച്, ചില മിനിറ്റുകൾ ദൈവത്തോടൊന്ന് ആരാധിച്ച്, ഹൃദയം പകർന്ന് 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 പ്രാർത്ഥിച്ച് യേശു ക്രിസ്തുവിൻ നാമത്തിൽ കരങ്ങളെ തട്ടി. ഓ ശാലബല ഹംബരി ബോരിയാദര ബൽമാ സബൽഗര ഉഡാബല ബല ബലലെ ഓരിയാ ബാബാ ബാബാ ബാബാ. ദൈവം അവളെ ഓർത്തു. ഹൃദയം പകർന്നവളെ ദൈവം ചെയ്തു ഓർത്തു. എന്നിട്ടാണ് അവ പ്രതിസന്ധികൾ ദൈവത്തിന്റെ മുഖം അന്വേഷിക്കുകയും, എന്റെ ജനമേ എല്ലാ കാലത്തും ദൈവത്തിൽ ആശ്രയിപ്പിൻ, ഹൃദയത്തെ ദൈവത്തിൽ പകരും. എന്നിട്ട് നമ്മൾ വായിച്ച വചനത്തിലേക്ക് വരുന്നു. 11-ാം വാക്യം ഒന്നും കൂടെ വായിക്കുന്നു. ബലം ദൈവത്തിനുള്ളതെന്ന് ദൈവം ഒരിക്കൽ അരുളി ചെയ്തു. ബലം ദൈവത്തിനുള്ളതെന്ന് ദൈവം ഒരിക്കൽ അരുളി ചെയ്തു. ഞാൻ 2 പ്രാവശ്യം കേട്ടുമിരിക്കുന്നു. ഞാനത് 2 പ്രാവശ്യം കേട്ടു. The power of God. The power belongs to God. ശക്തി ദൈവത്തിൻ്റെതാണ്. ശക്തി എന്താരുടെയാണ്? ദൈവത്തിൻ്റെ. ഈ ലോകത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഒത്തിരി പവർ നമ്മൾ കാണാറുണ്ട്. ഒത്തിരി പവർ കാണാം. മാൻ പവർ മനുഷ്യന്റെ ഉണ്ട്, വിൽ പവർ ഉണ്ട്, പർച്ചേസിംഗ് പവർ ഉണ്ട്, നല്ല എമൗണ്ട് കൊടുത്ത് സാധനം വാങ്ങിക്കുന്ന പർച്ചേസിംഗ് പവർ ഉണ്ട്, ഫിനാൻസ് സാമ്പത്തികത്തിന്റെ പവർ ഉണ്ട്, പൊളിറ്റിക്കൽ പവർ ഉണ്ട്. അങ്ങനെ പല വിധത്തിലുള്ള പവറുകൾ, ഇലക്ട്രിക്കൽ പവർ ഉണ്ട്, പലതും നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ ഈ പവറിന്റെ ഒക്കെ പ്രത്യേകത ഒരു സീസണിലേക്ക്, കുറച്ച് കാലത്തേക്ക്. എത്ര വലിയ ഇലക്ട്രിക് പവർ കണക്ഷൻ പോയാൽ, ബാറ്ററി ഡ്രെയിൻ ഔട്ട് ആയാൽ പവർ ഇല്ല. വ്യക്തികളുടെ മേൽ വിൽ പവർ ആണ്, ആ വ്യക്തി ഇല്ലാതായാൽ ആ പവർ ഇല്ല. ലോകത്തിന്റെ പവറിന്റെ പ്രത്യേകത കുറെ നാൾ കഴിയുമ്പോൾ അത് കുറയും, അല്ലെങ്കിൽ അത് ഇല്ലാതാവും. അതാണ് ഈ ലോകത്തിന്റെ. നമുക്ക് എപ്പോഴും വിശ്വസിക്കാൻ പറ്റത്തില്ല. ഇപ്പൊ ഇത്ര ഇലക്ട്രിസിറ്റി പോകും, നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഇല്ല. എപ്പോ വേണമെങ്കിലും എന്ത് ചെയ്യാം? ഡൗൺ ആവാം, കുറയാം, ചേഞ്ചസ് ഉണ്ടാവാം, നമുക്കറിയില്ല. അത് കുറഞ്ഞാൽ ഇത്രയും രീതിയിൽ നിൽക്കില്ല. ഈ കറങ്ങിയ ഫാൻ ഇതേ സ്പീഡിൽ വീണ്ടും കറങ്ങില്ല. വോൾട്ടേജ് കുറഞ്ഞാൽ ഈ സ്പീഡിൽ കറങ്ങത്തില്ല, അത് കുറയും. ലോകത്തിന്റെ പവറുകൾ, ലോകത്തിന്റെ ശക്തി, ബലം കുറയും. പക്ഷെ ബൈബിൾ പരിചയപ്പെടുത്തുന്ന ഒരു പവർ ഉണ്ട്, ഗോഡ്സ് പവർ, ദൈവത്തിന്റെ ശക്തി. ശക്തി ദൈവത്തിനുള്ളതാ, ബലം ദൈവത്തിനുള്ളതാ. അതിന്റെ പ്രത്യേകത സമയം കൊണ്ടോ, സാഹചര്യം കൊണ്ടോ, അവസ്ഥ കൊണ്ടോ, പരിധി കൊണ്ടോ ഈ ശക്തി കുറഞ്ഞു പോകത്തില്ല. അതാണ് ദൈവത്തിന്റെ ശക്തിയുടെ പ്രത്യേകത. അതാണ് ഈ ഉലകത്തെ സൃഷ്ടിച്ച ദൈവത്തിന്റെ ശക്തി. അത് ഇന്നും വിശ്വസിക്കുന്ന വിശ്വാസിയുടെ ജീവിതത്തിൽ ചലിക്കും. അതാണ് സങ്കീർത്തനക്കാരൻ ദാവീദ് 62-ാം സങ്കീർത്തനം 11-ാമത്തെ വാക്യത്തിൽ ഒരു നിത്യമായ സത്യം വിളിച്ചു പറയാണ്. പവർ ബിലോങ്സ് ടു ഗോഡ് എലോൺ. ശക്തി ദൈവത്തിന് മാത്രമാണ്. ശക്തി ദൈവത്തിൻ്റെത് മാത്രമാണ്. 1-2 വചനങ്ങൾ ഞാൻ വേഗത്തിൽ ഒന്ന് വായിക്കും. നിങ്ങൾക്ക് വായിക്കാമെന്ന് വായിച്ച് സഹായിക്കാം, അല്ലെങ്കിൽ ഞാൻ തന്നെ വായിക്കാം. ദാനിയേൽ 2:20 ബൈബിളിൽ ഇങ്ങനെ പറയുന്നു. ഒരാൾ 1 കൊരിന്ത്യർ 4:20 വെച്ച്. ദാനിയേൽ 2:20 പറയുന്നു, ദൈവത്തിന്റെ നാമം എന്നും എന്നേക്കും സ്തുതിക്കപ്പെടുമാറാകട്ടെ, ജ്ഞാനവും ബലവും അവനുള്ളത്. 1 കൊരിന്ത്യർ 4:20. 1 കൊരിന്ത്യർ 4:20. ദൈവരാജ്യം വചനത്തിലല്ല ശക്തിയിലത്രേ ആകുന്നു. ദൈവരാജ്യം വചനത്തിലല്ല ശക്തിയിലത്രേ ആകുന്നു. ദാനിയേൽ പറയുന്നു, ദൈവത്തിന്റെ നാമം എന്നേക്കും സ്തുതിക്കപ്പെടുമാറാട്ടെ, ജ്ഞാനവും ബലവും എന്റെ ദൈവത്തിനുള്ളത്. 1 കൊരിന്ത്യർ 4:20 പറയുന്നു, ദൈവരാജ്യം വചനത്തിലല്ല പവറിലത്രേ. വെളിപ്പാട് 19:6. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം. അപ്പോൾ വലിയ പുരുഷാരത്തിന്റെ ഘോഷം പോലെയും പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയും തകർത്ത ഇടിമുഴക്കം പോലെയും ഞാൻ കേട്ടത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പൊ ഹല്ലേലൂയ എങ്ങനെ പറയണ്ടേ? ഹല്ലേലൂയ അല്ലല്ല, അങ്ങനെ
പറ്റുമെങ്കിൽ പെട്ടെന്ന് വെളിപ്പാട് 19:6. വെളിപ്പാട് പുസ്തകം 19:6. ഹല്ലേലൂയ. ഇനി ഒന്ന് നിർത്തി വായിച്ചേ. അപ്പോൾ വലിയ പുരുഷാരത്തിന്റെ ഘോഷം പോലെയും ഒരു വലിയ ജനക്കൂട്ടം നിൽക്കുമ്പോ എങ്ങനെ സംസാരം എങ്ങനെ ഉണ്ടാവും പറ? ഈ സംസാരമാണോ ബസ് സ്റ്റാൻഡില്, റെയിൽവേ സ്റ്റേഷനിൽ ആള് ബഹളം അത് സംസാരം ചെയ്തു? അപ്പൊ ഒരു വലിയ കൂട്ടം നിൽക്കുമ്പോ എന്തോ സൗണ്ട് ഉണ്ടാകും. വലിയ പുരുഷാരത്തിന്റെ ഘോഷം. അടുത്തത് പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ ഡയറക്റ്റ് കണ്ടിട്ടുള്ള ആരെങ്കിലും ഒന്ന് കൈവയ്ക്കേ. പെരുവെള്ളം ഇടിച്ചിറങ്ങി വരുന്നത് വീഡിയോയിൽ കണ്ടിട്ടുള്ളവരുണ്ടല്ലോ. നേരിട്ട് കാണുമ്പോൾ രസമാണ്, ഭയങ്കരമാണ്, അല്ല കാണാൻ നല്ല രസമാണ്. പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ എന്നാ സൗണ്ട്. ചെറിയ നമ്മുടെ ടാപ്പ് പൊട്ടിയാൽ എന്തോ സൗണ്ടാ. ഹല്ലേലൂയ. പെരുവെള്ളത്തിന് അപ്പം എങ്ങനെ? ബഹുപുരുഷാരത്തിന്റെ കോശം പോലെ, പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ. അടുത്തത് തകർത്ത ഇടിമുഴക്കം പോലെ. ഇടിമുഴക്കം കേട്ടിട്ടുണ്ട്? ഇതൊന്നും അല്ല, എന്നാ വലിയ സൗണ്ടാന്നറിയോ? തകർത്ത ഇടിമുഴക്കം പോലെ. ഇതുപോലെ കേട്ട ശബ്ദം എന്തുവാ? ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പം സ്വർഗത്തിൽ മുഴങ്ങിയ ശബ്ദം ഹല്ലേലൂയ പവറോടാ കർത്താവിന് മഹത്വം കരേറ്റുകയാണ്. തകർത്ത ഇടിമുഴക്കത്തോടെ, പെരുവെള്ളത്തിന്റെ ഇരച്ചില് പോലെ, ബഹുപുരുഷാരത്തിന്റെ കോശം പോലെ കേട്ട ശബ്ദം ഹല്ലേലൂയ. അതിനകം എല്ലാത്തിനും മേതെയാണ് കർത്താവിന്റെ നാമം. എല്ലാ ശബ്ദങ്ങൾക്കും മീതെ ഉന്നതമാണ് എന്റെ കർത്താവിന്റെ നാമം. ഉയർത്തുന്നെങ്കിൽ, ആരാധിക്കുന്നെങ്കിൽ, ആയുസ് തന്നിട്ടുണ്ടെങ്കിൽ, തൊണ്ടയിൽ അല്പ സൗണ്ട് ഉണ്ടെങ്കിൽ, ഈ നല്ല ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താതിരിക്കാൻ പറ്റുമോ? ഇത്രത്തോളം കൊണ്ടുവന്ന, ഇത്രത്തോളം നടത്തിയ, ഇത്രത്തോളം പുലർത്തിയ, ഇത്രത്തോളം കരുതിയ, ഇത്രത്തോളം ജയം തന്ന നല്ല ദൈവത്തിന് ചേർന്നൊരു ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ഇടിമുഴക്കം പോലെ കേട്ടത് ഹല്ലേലൂയ. അടുത്തത് സർവശക്തിയുള്ള നമ്മുടെ ദൈവമായ കർത്താവ് രാജത്വം ഏറ്റിരിക്കുന്നു. എങ്ങനത്തെ ദൈവം? സർവശക്തിയുള്ള ഓൾമൈറ്റി പവർ. സർവശക്തിയുള്ള നമ്മുടെ ദൈവമായ കർത്താവ്. സർവശക്തിയുള്ള ദൈവം. ശക്തിയുള്ള ദൈവം എന്നല്ല, സർവശക്തിയുള്ള നമ്മുടെ ദൈവമായ കർത്താവ്. ഈ വാക്യങ്ങളിൽ നിന്നെല്ലാം എന്താ മനസ്സിലാക്കിയത്? നമ്മുടെ ദൈവം ആരാ? ശക്തനായ ദൈവം, ശക്തിയുടെ ദൈവമാണ്. ബലം അവനിലാണ്. ഹല്ലേലൂയ. മനോഹരമായി ദാവീദ് പറയുന്നുണ്ട്. അതെല്ലാവരും എടുക്കണം. 1 ദിനവൃത്താന്തം 29:10-12 വരെ. 1 ദിനവൃത്താന്ത പുസ്തകം 29-ാം അധ്യായം അതിന്റെ 10 മുതലുള്ള വാക്യങ്ങൾ. പിന്നെ ദാവീദ് സർവ്വസഭയുടെയും മുമ്പാകെ യഹോവയെ സ്തുതിച്ച് ചൊല്ലിയതെന്തെന്നാൽ, ഞങ്ങളുടെ പിതാവായ ഇസ്രായേലിന്റെ ദൈവമായ യഹോവേ, നീ എന്നും എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ. ഇനി 11-12 ശ്രദ്ധിച്ചോ. യഹോവേ, മഹത്വവും ശക്തിയും തേജസ്സും യശസ്സും മഹിമയും നിനക്കുള്ളത്. സ്വർഗത്തിലും ഭൂമിയിലുള്ളതൊക്കെയും നിനക്കുള്ളതല്ലോ. എല്ലാം നിനക്കുള്ളതല്ലോ. യഹോവേ, രാജത്വം നിനക്കുള്ളതാകുന്നു. നീ സകലത്തിനും മീതെ തലവനായിരിക്കുന്നു. ധനവും ബഹുമാനവും നിങ്ങളിൽ നിന്നും വരുന്നു. ധനവും ബഹുമാനവും എവിടെ നിന്ന് വരുന്നു? നിങ്ങളിൽ നിന്ന് വരുന്നു. നീ സർവ്വവും ഭരിക്കുന്നു. ദൈവമേ, നീ സർവ്വവും ഭരിക്കുന്നു. ശക്തിയും ബലവും, ശക്തിയും, ആ വാക്ക് പറയണം, ശക്തിയും ബലവും നിന്റെ കയ്യിലിരിക്കുന്നു. സകലത്തെയും വലുതാക്കുന്നതും ശക്തീകരിക്കുന്നതും നിന്റെ പ്രവൃത്തിയാകുന്നു. ദാവീദ് പറയാ, ദൈവമേ, ശക്തിയും ബലവും നിന്റെ കയ്യിലിരിക്കുന്നു. സകലത്തെ വലുതാക്കുന്നതും ശക്തീകരിക്കുന്നതും ആരാണ്? നിന്റെ പ്രവൃത്തിയാകുന്നു. നിന്റെ പ്രവൃത്തി. അപ്പൊ ശക്തീകരിക്കുന്നതും വലുതാക്കുന്നതും ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. ദാവീദ് തിരിച്ചറിഞ്ഞു, ദൈവം സർവശക്തനാണ്. ദൈവം ശക്തനാണ്. ശക്തി എവിടാ ഉള്ളത്? നിത്യമായത് എവിടാ ഉള്ളത്? കൊഴിഞ്ഞു പോകാത്ത, തീർന്നു പോകാത്ത എവിടാ ഉള്ളത്? കർത്താവ്. ഇനി ശ്രദ്ധിച്ചേ, ബൈബിൾ ഉടനീളം പരിശോധിക്കുമ്പോൾ ദൈവം വെളിപ്പെടുമ്പോ തന്നെ ദൈവം പറഞ്ഞിട്ടുണ്ട്, ഞാൻ സർവശക്തിയുള്ള കർത്താവാണ്. നീണ്ട
നാളുകൾ ദൈവപ്രവൃത്തിക്ക് വേണ്ടി കാത്തിരുന്ന് ഒരു 99 വയസ്സായപ്പോൾ അബ്രഹാമിന്റെ മുമ്പിൽ ഉൽപ്പത്തി 17 ദൈവം പ്രത്യക്ഷനായിട്ട് പറഞ്ഞു, ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു, എനിക്ക് കഴിയും എന്നാണ് എന്ത് ചെയ്യുന്നത്, തെളിയിക്കുന്നത്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഭക്തന്റെ പ്രാർത്ഥന എന്താണെന്നറിയാമോ? ദൈവം നിന്റെ ശക്തി എനിക്കൊന്ന് തിരിച്ചറിയണോ. ഒരു വാക്കൊന്ന് വായിച്ച് എഫേസ്യർ 1:18-19. എഫേസ്യർക്ക് ലേഖനം 1-ാം അധ്യായം അതിന്റെ 18-19 തിരുവചനം. എഫേസ്യർ 1:18-19. അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നേ വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാതനം ഇന്നതെന്നും അവന്റെ ബലത്തിന്റെ വല്ലഭത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നേ നിങ്ങൾ അറിയേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. കണ്ടോ, പ്രാർത്ഥനയാണ്. വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ. അപ്പൊ ഈ ദൈവശക്തിയുടെ പ്രത്യേകത എന്താണെന്നറിയാമോ? ദൈവത്തിന് നിൽക്കുക മാത്രമല്ല, വിശ്വസിക്കുന്ന തന്റെ ജനത്തിൽ ഇത് വ്യാപരിക്കും, വർക്കിംഗ്. അപ്പൊ ദൈവശക്തനാണ് എന്ന് മാത്രമല്ല, പുതിയ ദൈവത്തിലേക്ക് വരുമ്പോ ഈ ശക്തി വിശ്വസിക്കുന്ന നമ്മളിൽ എന്ത് ചെയ്യും? വ്യാപരിക്കും. അതെത്ര അളവറ്റ വലിപ്പം. വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ വലിപ്പം, അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. പുതിയ നിയമത്തിൽ അപ്പോസ്തലനായ പൗലോസ് പ്രാർത്ഥിക്കോ, അയ്യോ നിങ്ങൾ ഒരു കാര്യം തിരിച്ചറിയണം, അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം തിരിച്ചറിയണം. അത് വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കും. പ്രാർത്ഥിക്കാൻ അവരെ കൊതിപ്പിക്കും. എന്നിട്ട് താരോട്ട് വായിക്കുമ്പോൾ നമുക്കറിയാം, അത് അവരെ പറയാണ്, അത് ക്രിസ്തുവിൽ വ്യാപരിച്ചു, അത് 3-ാം നാൾ ക്രിസ്തുവിനെ കല്ലറയിൽ നിന്നും ഉയർത്തെഴുന്നേൽപ്പിച്ചു. ആ ശക്തി ഉണ്ടല്ലോ, ആ പുനരുദ്ധാനത്തിന്റെ ശക്തി, അത് ഇന്നും വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കും. അപ്പൊ ഇന്ന് നമ്മുടെ പ്രാർത്ഥന ആയിരിക്കണം, കർത്താവേ ബലം നിന്നിൽ നിന്നുള്ളത്. അവൻ ഒരു പ്രാവശ്യം അരുളി ചെയ്തു, ഞാൻ 2 പ്രാവശ്യം കേട്ടുവരിക്കുന്നു. എന്തോ മനോഹരമായ വാക്കാ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരു വേട്ടമൃഗത്തെ പോലെ പ്രിയപ്പെട്ടവർ തന്റെ പിന്നാലെ വേട്ടക്കാരനെ പോലെ വന്ന് ഓടിച്ച് ജീവിതത്തിൽ പ്രതിസന്ധികൾ മൊത്തം കണ്ടിട്ട് ദാവീദ് പറയാണ്, ഇവരൊന്നും അല്ല ബലം എന്റെ ദൈവത്തിൽ നിന്നുള്ളതാ. ഹല്ലേലൂയ. ആവർത്തിച്ച് എന്റെ ഹൃദയത്തിൽ അവൻ ഒരു പ്രാവശ്യം പറയുന്നു, 2 പ്രാവശ്യം എന്റെ ചെവി കൂടെ കേൾക്കുന്നു. അത് അത്രയ്ക്ക് ഗൗരവമുള്ളത്. ഹല്ലേലൂയ. അത് ഞാൻ ഏറ്റെടുക്കുന്നു. ഹല്ലേലൂയ. നമ്മൾ പ്രാർത്ഥിക്കണം, കർത്താവേ നിന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം തിരിച്ചറിയാൻ പ്രാർത്ഥിക്കണം. ഇതെന്തിനാ ഈ ദൂതെന്ന് അറിയാമോ? കർത്താവ് ചെല്ലുന്ന ജീവിതത്തിൽ ദൈവത്തിന്റെ ശക്തിയാൽ തൊടാൻ ആഗ്രഹിക്കുന്നു. ദൈവശക്തി നിന്റെ ജീവിതത്തിൽ വ്യാപരിക്കാൻ ആഗ്രഹിക്കുന്നു. വിശ്വസിക്കുന്ന നിന്നിൽ അത് വ്യാപരിക്കാൻ തുടങ്ങും. നമ്മളെ അത് വ്യാപരിക്കാൻ തുടങ്ങുമ്പോൾ ക്രിസ്തീയ ജീവിതം ഈ അനുഭവത്തിൽ പോകത്തില്ല. ആങ്ങളും മാറിയത് നീ ചലനാത്മകമാവും, അല്ലെങ്കിൽ മടുപ്പ് വരും, അല്ലെങ്കിൽ നിരാശ വരും, അല്ലെങ്കിൽ ഇതെല്ലാം ബോറായിട്ട് തോന്നും. പക്ഷെ ആത്മാവിന്റെ ചൈതന്യം നിന്നെ ചലിക്കാൻ തുടങ്ങിയ ഞാൻ വിശ്വസിക്കുന്നു ഈ മിനിറ്റിൽ ദൈവാത്മാവിന്റെ ശക്തി ഇതിന്റെ അകത്ത് ചിലതിന്റെ ജീവിതത്തിൽ പകരും. ഇനി വേഗത്തിൽ 1-2 കാര്യങ്ങൾ ഓർപ്പിച്ച് പ്രാർത്ഥിക്കാൻ പോവാം. ഈ ശക്തിയുടെ പ്രത്യേകത എന്താ? ആർക്ക് വ്യാപരിക്കും? വിശ്വസിക്കുന്നവർക്ക് വേണ്ടി എന്ത് ചെയ്യും? വ്യാപരിക്കും. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ചലിക്കും. ഇവിടുത്തെ ആരാധനയിൽ 1 മണി കൊണ്ട് കൈ കൊണ്ട് പാടി ആരാധിച്ച് തീരുന്നതല്ല. വിശ്വസിക്കുന്ന മേൽ ചലിക്കാൻ തുടങ്ങും. കാണത്തില്ല, പക്ഷെ ചലിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. വെളിയിൽ നിൽക്കുമ്പോ കല്ലറയിൽ ഒന്നും കാണുന്നില്ല, പക്ഷെ അകത്ത് ചലിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. പുറത്തു വരേണ്ടവൻ പുറത്തു വരും. ഹല്ലേലൂയ. 2026 ദൈവം തന്ന ദൂതൻ നീ പുറത്തു വരും. എപ്പോ? ദൈവത്തിന്റെ ശക്തി വിശ്വസിക്കുന്നവർക്ക് വ്യാപരിക്കുമ്പോ നീ പുറത്തു വരും. ഹല്ലേലൂയ. ഒന്ന്, ഈ ദൈവശക്തി ശ്രദ്ധിച്ചോ, ബലഹീനതയെ നമ്മെ ശക്തിപ്പെടുത്തുന്നതാണ് ഈ ദൈവശക്തി. എന്തുകൊണ്ടാ ദൈവശക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം? എന്തിനാ ദൈവശക്തിയിൽ ആശ്രയിക്കേണ്ടത്? എന്തിനാ ദൈവശക്തി കൊതിക്കണമെന്ന് പറഞ്ഞറിയാം? നമുക്കെല്ലാം വീക്ക്നെസ് ഉണ്ട്, നമ്മുടെ ജീവിതത്തിൽ മനസ്സ് തരാൻ അനുഭവമുണ്ട്. ബലഹീനതയിൽ നമ്മെ ശക്തിപ്പെടുത്തുന്നതാണ് ദൈവശക്തി. അപ്പൊ
അപ്പോസ്തലനായ പൗലോസ് തന്റെ ഒരു ശൂലമുണ്ട്. ആ ശൂലം ഒന്ന് മാറാൻ ദൈവത്തോട് 2-3 പ്രാവശ്യം പ്രാർത്ഥിച്ചു. ദൈവം അത് മാറ്റി കൊടുത്തില്ല. പകരം ദൈവം എന്താ പറഞ്ഞെന്നറിയാമോ? അവൻ എന്നോട് ഇത് നീങ്ങാൻ വേണ്ടി ഞാൻ 3 വട്ടം കർത്താവിനോട് അപേക്ഷിച്ചു. 2 കൊരിന്ത്യർ 12:9 പറയുന്നു, അവൻ എന്നോട് എന്റെ കൃപ നിനക്ക്, ഈ വചനം എല്ലാവർക്കും അറിയാം, നമ്മൾ ഇഷ്ടംപോലെ കണ്ടിട്ടുള്ളതാ കേട്ടിട്ടുള്ള. എന്റെ കൃപ അത് കഴിഞ്ഞുള്ള വചനം, അവിടെ അതിന്റെ മഹത്വം കൂടും. എന്റെ കൃപ നിനക്ക്, അടുത്തെന്താ? എന്റെ ശക്തി ബലഹീനതയെ തികഞ്ഞു വരുന്നു. എന്റെ ശക്തി നിന്റെ ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. അപ്പൊ ചില വിഷയം പ്രാർത്ഥിച്ച ദൈവം മാറ്റും. ചിലതുണ്ട് മാറിയില്ലെങ്കിൽ നീ ടെൻഷൻ അടിക്കണ്ട, അതിനെ കവർ ചെയ്യുന്ന ഒരു ശക്തി ദൈവം നിന്റെ മേൽ പകരും. പിന്നെ ആ വിഷയം ഉണ്ടോ എന്ന് പോലും നീ ചിന്തിക്കത്തില്ല. അതിന്റെ മീതെ കവർ ചെയ്ത് വെക്കുന്ന ദൈവത്തിന്റെ ശക്തി. പൗലോസ് 3 പ്രാവശ്യം പറഞ്ഞു, കർത്താവേ ഒന്ന് മാറ്റണേ, കർത്താവേ ഒന്ന് മാറ്റണേ, കർത്താവേ ഒന്ന് മാറ്റണം, കർത്താവേ. അതവിടെ ഇരിക്കട്ടെ, അതൊരു വിഷയമല്ല. അത് നിനക്ക് ഒന്നും തോന്നാത്തക്ക വണ്ണം നിന്റെ ബലഹീനതയെ തികഞ്ഞു വരുന്ന ദൈവശക്തി. അപ്പൊ എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയെ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. ആകയാൽ ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എന്റെ ബലഹീനതകളിൽ പ്രശംസിക്കും. അയ്യോ, ഇപ്പൊ ചില ബലഹീനത ഞാൻ ഭയങ്കര സന്തോഷവാനായി. ഇപ്പൊ ചില വിഷയത്തിൽ ഞാൻ എന്താണ്? കാരണം എന്താ? ആകയാൽ ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എന്റെ ബലഹീനതകളിൽ പ്രശംസിക്കും. ബലഹീനത വരുമ്പോൾ അധികം ദൈവശക്തി എന്റെ മേൽ വരും. ഇപ്പൊ ഇച്ചിരി വന്നാൽ ഇപ്പൊ ടെൻഷൻ ഇല്ല. ബലഹീന വന്നാൽ ഇപ്പൊ പ്രശ്നമില്ല. പണ്ട് മാറാത്തതിന് വിഷമമുണ്ട്, ഇപ്പൊ വിഷമമില്ല. കാരണം അതിനെ കവർ ചെയ്യുന്ന ദൈവശക്തി എന്റെ ജീവിതത്തിൽ വ്യാപരിച്ചു. ഹല്ലേലൂയ. എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. ആകയാൽ ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ ബലഹീനതയിൽ പ്രശംസിക്കും. കണ്ടോ, അവൻ ബലഹീനതയെ നമ്മെ ബലപ്പെടുത്തുന്നതാണ് ദൈവശക്തി. അതുപോലെ അവസ്ഥ എന്തുവായാലും ഫിലിപ്പിയ ലേഖനത്തിൽ വരുമ്പോൾ, ഫിലിപ്പിയ സഭയ്ക്ക് വരുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്, ഫിലിപ്പിയർ 4:12-13 വായിക്കുമ്പോൾ, ഫിലിപ്പിയർ 4:12-13 താഴ്ചയിലിരിപ്പാനും സമൃദ്ധിയിലിരിപ്പാനും എനിക്കറിയാം, തൃപ്തനായിരിക്കാനും വിശന്നിരിപ്പാനും സമൃദ്ധിയിലിരിപ്പാനും ബുദ്ധിമുട്ട് അനുഭവിപ്പാനും എല്ലാം ഞാൻ ശീലിച്ചിരിക്കുന്നു. ഏത് അവസ്ഥയാലും എനിക്ക് വിഷയമില്ല. കാരണം 4:13 എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. എന്റെ ജീവിതത്തിൽ അപ്പ് വന്നോട്ടെ, ഡൗൺ വന്നോട്ടെ, മിഡിൽ ആയിക്കോട്ടെ, വീണ്ടും അപ്പ് ഉണ്ടായിക്കോട്ടെ, വീണ്ടും ഒന്ന് താന്നോട്ടെ, ഇനി അല്ലെ കുറച്ചും കൂടെ താന്നോട്ടെ, എന്നെ അത് ബാധിക്കുന്നില്ല. കാരണം എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു. ദൈവശക്തി ജീവിതത്തിന്റെ അകത്ത് പ്രാപിച്ചാൽ, ദൈവശക്തി ചലിക്കാൻ തുടങ്ങിയ ഇന്നോട്ട് പ്രാർത്ഥിക്കണം കേട്ടോ. കർത്താവേ, നിന്റെ ബലഹീനത തികഞ്ഞു വരുന്ന ദൈവശക്തി എന്റെ ജീവിതത്തിൽ വ്യാപരിക്കണം. അതിന്റെ അർത്ഥം എന്നറിയാം, ചില പിറുപിറുപ്പുകളെ വരെ മാറ്റിച്ചിട്ട് നിന്റെ കുറവിന്റെ മേൽ നിറവ് നിറവ് നിറവ്. എത്ര പേര് എന്നോട് പറഞ്ഞു സാക്ഷ്യ? എല്ലാവരുടെയും സാക്ഷ്യ. നമ്മളിപ്പോ നോർമലി ചെന്നിട്ട് ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്നതും എന്നാൽ ചില സമയത്ത് മനസ്സൊടഞ്ഞ് വേദനപ്പെട്ട് രാത്രിയിൽ പ്രാർത്ഥിക്കാനിരിക്കുമ്പോഴും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. നീ എത്രത്തോളം ഉടഞ്ഞ് പ്രാർത്ഥിക്കാനിരിക്കുന്നോ, ഇന്നേ വരെ ഇല്ലാത്ത അനുഭവങ്ങളും ദൈവസാന്നിധ്യവും നിറവും. ഹല്ലേലൂയ. ഈ അല്ലാത്തപ്പോ എങ്ങനെയും പ്രാർത്ഥിച്ചിട്ട് അങ്ങ് തീർന്ന പോയ കിടക്കണോ, അല്ലെ അങ്ങനെ ചിന്ത സ്വാഭാവികമായിട്ട് മനുഷ്യനുണ്ടാവും, അല്ലെ അടുത്ത പരിപാടിക്ക് പോകണമെന്ന് തോന്നും. പക്ഷെ ഉടഞ്ഞ് ദൈവസന്നിധി ഇരിക്കുമ്പോ ഇരുന്ന സമയം നീ അറിയത്തില്ല. ഇതുവരെ കാണാത്ത ദൈവ സാന്നിധ്യം നിന്റെ ജീവിതത്തിൽ നിറയും. നിന്റെ അകത്ത് ധൈര്യം വരും, നിന്റെ അകത്ത് ബലം വരും. അതിന്റെ അർത്ഥം എന്താ? നിന്റെ ബലഹീനതയെ തികഞ്ഞു വരുന്ന ഒരു ദൈവശക്തി. ഇന്ന് ഇവിടെ ഇരിക്കുന്ന ഒരു ദൂതൻ വല്ലാതെ ബലഹീന അനുഭവിക്കുന്നെങ്കിൽ ഭാരപ്പെടരുത്. നിന്നിൽ അത്രയും ദൈവശക്തി നിറയാൻ സമയമായി. പൗലോസ് പറയും, ഇപ്പൊ ഞാൻ സന്തോഷിക്കുന്നു, എന്റെ ബലഹീനത ഞാനിപ്പോ ആ ബലഹീനതയിലും എന്തോ ഒന്ന് നിറയും, ശക്തി ഒന്ന് നിറയും. ആ കുറവിനെ എന്ന നല്ല കർത്താവ നമ്മുടെ ജീവിതത്തിന്റെ ബലഹീനതകൾ എന്ത് ചെയ്യുന്നു? അപ്പൊ ഫിലിപ്പിയർക്ക് ലേഖനം പറയുന്നു, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. അപ്പൊ നമ്പർ 1 ദൈവശക്തിയുടെ പ്രത്യേകത നമ്മുടെ ബലഹീനതയെ നമ്മെ എന്ത് ചെയ്യും? ബലപ്പെടുത്തും. നമ്പർ
പ്രത്യേകത ക്രിയേറ്റീവ് പവറാണ്. സൃഷ്ടിപ്പ് കൊണ്ടുവരുന്ന ശക്തിയാണ് ദൈവശക്തി. എന്താണ്? ഒന്ന് ബലഹീന നമ്മെ ശക്തിപ്പെടുന്നു, രണ്ട് സൃഷ്ടിപ്പ് കൊണ്ടുവരുന്ന ശക്തിയാണ്. കാരണം ഈ സകലത്തെ ദൈവം സൃഷ്ടിച്ചതിന്റെ ശക്തി എടുക്കണ്ട, ഞാൻ വായിക്കാം, കാരണം ഒത്തിരി വചനമുണ്ട്, നിങ്ങളുടെ ഉള്ളിലോട്ട് പെട്ടെന്ന് കിട്ടത്തില്ല. വായിക്കാം. ജെറമ്യ 32:17 കുറിക്കേണ്ട കുറിച്ചോ. ജെറമ്യ 32:17 അയ്യോ യഹോവയായ കർത്താവേ, നിന്റെ മഹാശക്തി കൊണ്ട് നീട്ടിയ ഭുജം കൊണ്ടും നീ ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കി. ജെറമ്യ പറയാണ്, അയ്യോ കർത്താവേ, നിന്റെ മഹാശക്തി കൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും നീ ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കി. ക്രിയേറ്റീവ് പവറാണ്. അവർക്ക് പറ സൃഷ്ടിപ്പിന്റെ ശക്തി. അപ്പൊ ഈ ദൈവശക്തിയിൽ വിശ്വസിച്ചാൽ, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിച്ചാൽ ചിലത് നമുക്ക് വേണ്ടി സൃഷ്ടിക്കും. അവർക്ക് പറ സൃഷ്ടിക്കും, സൃഷ്ടിക്കും. അബ്രാഹാം സാറെ വിശ്വസിച്ചു, മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിശ്വസിക്കുന്ന ദൈവത്തിൽ വിശ്വസിച്ചു. അവർ ദൈവത്തിന് മഹത്വം കയറ്റി. ബൈബിൾ ഇങ്ങനെയാണ് പറയുന്നത്, റോമർ 4:17 തൊട്ട് വായിക്കുമ്പോൾ, മരിച്ചതിനെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിക്കുകയും ചെയ്യുന്ന ദൈവത്തിൽ വിശ്വസിച്ചു. 100 വയസ്സായപ്പോഴും ശരീരം നിർജീവം അറിഞ്ഞിട്ടും സാറയുടെ ഗർഭപാത്രം നിർജീവത്വം ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. അവർ ദൈവവാക്യത്തെങ്കിൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കരേറ്റി. വാഗ്ദത്തം ചെയ്തവൻ പ്രവർത്തിപ്പാൻ ശക്തനെന്ന് ഉറപ്പിച്ചു. 4:21 ഇത് കഴിഞ്ഞിട്ട് എബ്രായർ 11:11 പറയുന്നു, വിശ്വാസത്തിൽ സാറയും വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനെന്ന് എണ്ണിയുകൊണ്ട് പ്രായം കഴിഞ്ഞിട്ടും പുത്രോത്പാദനത്തിന് ശക്തി പ്രാപിച്ചു. ഒരിക്കൽ കൂടെ വാക്ക് ശ്രദ്ധിക്കണം. 1 1 1 1 നിനക്ക് 4 എല്ലാവരും ശ്രദ്ധിച്ചോ. ഒരു കോഡ് പറയാം. 1 1 1 1 11 11 മറക്കല്ലേ. എബ്രായർ 11:11 നീ വിശ്വസിച്ചാൽ ശക്തി നിനക്ക് പ്രാപിക്കാൻ പറ്റും. ഹല്ലേലൂയ. കുറവ് കണ്ടിട്ടും, ഹല്ലേലൂയ, ഇത്ര പ്രായമായിട്ടും ഇനി നടക്കാൻ ഒരു സാധ്യതയില്ല എന്നിട്ടും, ഹല്ലേലൂയ, വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് വിശ്വസിച്ചപ്പോൾ എബ്രായർ 11:11 പറയുന്നു, വിശ്വാസത്താൽ സാറയും വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനെന്ന് എണ്ണുകയാൽ പ്രായം കഴിഞ്ഞിട്ടും പുത്രോത്പാദനത്തിന് ശക്തി പ്രാപിച്ചു. സ്ട്രെങ്തനായി ശക്തീകരിക്കുന്ന ഒരു ദൈവമുണ്ട്. ക്രിയേറ്റിംഗ് പവർ. ഹല്ലേലൂയ. ഇന്ന് പകൽ വിശ്വസിക്കാൻ തയ്യാറായാൽ ഈ ക്രിയേറ്റീവ് പവർ നിന്റെ ജീവിതത്തിൽ ചലിക്കും, നിന്റെ കുടുംബത്തിൽ ചലിക്കും, നിന്റെ തലമുറയിൽ ചലിക്കും, നിന്റെ ലൈഫിൽ ചലിക്കും. ക്രിയേറ്റിംഗ് പവർ, സൃഷ്ടിപ്പിന്റെ ശക്തി. എത്ര ഡേറ്റ് കഴിഞ്ഞു പോയാലോ, എത്ര സമയം കഴിഞ്ഞു പോയാലോ വ്യാപരിക്കുന്ന ഒരു ദൈവശക്തിയുണ്ട്. I believe ഇത് പറയുമ്പോ ഒരു ശക്തി ഇതിനകത്ത് ചലിക്കുന്നു. ഈ സ്റ്റേജ് മുതൽ ദൈവ സാന്നിധ്യം പ്രാപിച്ചു. Yes, yes. ഉടബ ശമലപടരഗതിയ നിന്റെ ജീവിതത്തിൽ ചിലത് സൃഷ്ടിക്കാൻ പോവുക. നിന്റെ കുടുംബത്തിൽ ചിലത് സൃഷ്ടിക്കാൻ പോവുക. നിന്റെ കുടുംബത്തിൽ ചിലത് സൃഷ്ടിക്കാൻ പോവുക. നിന്റെ കുടുംബത്തിൽ ചിലത് സൃഷ്ടിക്കാൻ പോവുക. ഈ പകൽ ആരാധന പങ്കെടുക്കുന്ന ദൈവജനമേ, നിന്റെ ജീവിതത്തിൽ കരങ്ങളെ തട്ടി, കരങ്ങളെ തട്ടി. യേശുക്രിസ്തുവിൻ നാമത്തിൽ, യേശുക്രിസ്തുവിൻ നാമത്തിൽ, യേശുക്രിസ്തുവിൻ നാമത്തിൽ ചിലത് സൃഷ്ടിക്കട്ടെ, 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 സൃഷ്ടിക്കട്ടെ. ശാന്തി. ഞാൻ വിശ്വസിക്കുന്നു എന്തൊക്കെ സൃഷ്ടിക്കാം. നിന്റെ ശരീരത്തിൽ സൃഷ്ടിക്കും, നിന്റെ ലൈഫിൽ സൃഷ്ടിക്കും. എവിടെയൊക്കെ ക്രിയേറ്റിംഗ് പവറാണ്, സൃഷ്ടിപ്പിന്റെ ശക്തിയാണ് ഈ ദൈവശക്തി. ഒന്ന് നമ്മെ ശക്തീകരിക്കുന്ന, ബലപ്പെടുത്തുന്ന ദൈവശക്തി. രണ്ട് നമുക്ക് വേണ്ടി സൃഷ്ടിക്കുന്ന ശക്തി. 3 പ്രൊവൈഡിംഗ് പവർ. ഉറക്കെ പറ, പ്രൊവൈഡിംഗ് പവർ. നമുക്ക് വേണ്ടി നൽകുന്ന ശക്തി. ഒരു വാക്യം വായിച്ചു. 2 പത്രോസ് 1:3. 2 പത്രോസ് 1:3. 2 പത്രോസ് തന്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ അവന്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടതൊക്കെ നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ.
ശക്തിയോടെ ജീവിക്കാൻ വേണ്ടതെല്ലാം ഈ ശക്തി ദാനം നൽകിയിരിക്കും. പ്രൊവൈഡിങ് പവർ, വേണ്ടതെല്ലാം നൽകുന്ന ശക്തി. സൃഷ്ടിച്ച് ബലപ്പെടുത്തുന്ന, ശക്തീകരിക്കുന്ന ശക്തി, സൃഷ്ടിപ്പിന്റെ ശക്തി. വേണ്ട ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതാണ്. വേണ്ട ആ ദൂത് മാത്രം പറഞ്ഞ് പ്രേയറിലോട്ട് കയറുക. നമുക്ക് വേണ്ടത് പ്രൊവൈഡ് ചെയ്യുന്ന ശക്തി. അടുത്തത് നമ്മളെ ഡെലിവർ ചെയ്യുന്ന, വിടിവിക്കുന്ന, പോരാട്ടത്തിൽ നമുക്ക് ജയം തരുന്ന ദൈവശക്തി. അവരൊക്കെ പറ, വിടിവിക്കുന്ന ദൈവശക്തി എന്ന് പറഞ്ഞേ. വിടിവിക്കുന്ന ദൈവശക്തി. സങ്കീർത്തനം 66:3 ബൈബിൾ പറയുന്നു. സങ്കീർത്തനം 66:3 പറയുന്നു, നിന്റെ പ്രവൃത്തികൾ എത്ര ഭയങ്കരം, നിന്റെ ശക്തിയുടെ വലിപ്പത്താൽ ശത്രുക്കൾ നിനക്ക്. ദൈവം, നിന്റെ പ്രവൃത്തികൾ എത്ര ഭയങ്കരം, നിന്റെ ശക്തിയുടെ വലിപ്പത്താൽ ശത്രുക്കൾ. അപ്പൊ ദൈവശക്തിയുടെ പ്രത്യേകത, ശത്രു കീഴടങ്ങും. ശത്രു കീഴടങ്ങി നിനക്ക് വിടുതൽ തരും. നിന്റെ ജീവിതത്തിന്റെ മുമ്പിൽ എത്ര പോരാട്ടം നിന്നാലും നീ ഭാരപ്പെടേണ്ട. ദൈവശക്തിയുടെ മുമ്പിൽ ശത്രുക്കൾ കീഴടങ്ങും. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ദൈവശക്തി വ്യാപരിച്ചാൽ ഇന്ന് പകൽ ശത്രുക്കൾ കീഴടങ്ങും. അതിന്റെ അർത്ഥം ജീവിതത്തോട്, ശരീരത്തോട്, മനസ്സിനോട് പോരടിക്കുന്ന ഏതൊക്കെ പോരാട്ടങ്ങളുണ്ടോ, ഏതൊക്കെ യുദ്ധസമാന അനുഭവങ്ങളുണ്ടോ, അവിടെ മേലെല്ലാം ജയം തരാ. ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ശക്തിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മെ രക്ഷിക്കുന്ന പവർ ഓഫ് സാൽവേഷൻ, രക്ഷയുടെ ശക്തിയാണ്. അതാണ് നമ്മെ വീണ്ടെടുത്ത ശക്തി. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷൻ, രക്ഷിക്കപ്പെടുന്ന നമുക്കോ പവർ ഓഫ് ഗോഡ്. ഈ ഗോസ്പൽ, ദൈവത്തിന്റെ വചനത്തെ പറ്റി, ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷൻ, രക്ഷിക്കപ്പെടുന്ന നമുക്കോ ഇത് പവറാ, വിശ്വസിക്കുന്ന പവറാണ്. റോമർ 1:16 പറയുന്നു, സുവിശേഷത്തിനെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവൻ ആദ്യം യഹൂദനും പിന്നെ യവനും രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നു. ഈ സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ലാത്ത കാരണം എന്താ? ചുമ്മാ ഈ വാക്ക് പറയുകയല്ല. പവർ ഓഫ് ഗോഡ്, ഇത് ദൈവശക്തിയാണ്. യഹൂദനെ യവനെ സകലത്തിനെ രക്ഷിക്കുന്നതാണ് ദൈവശക്തി. ഇപ്പൊ സുവിശേഷത്തിന് ഒരു ശക്തിയുണ്ട്, ദൈവശക്തിയുണ്ട്. അത് വ്യക്തിയെ മാറ്റുന്നതാണ്, അവനെ രക്ഷിക്കുന്നതാണ്. അപ്പൊ ഏറ്റവും വലിയ വിടുതൽ എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ജീവിതത്തിന്റെ പാപത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കുന്ന ഒരാൾ യേശുവിൽ, അവന്റെ സുവിശേഷത്തിൽ വിശ്വസിക്കുമ്പോൾ ഒരു ശക്തി വ്യാപരിക്കാം. അവനെ മകനാക്കി, മകളാക്കി എന്റെ കർത്താവ് മാറ്റുകയാണ്, ദൈവശക്തി. അതുകൊണ്ട് എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ ശക്തി നമുക്ക് എങ്ങനെ പ്രാപിക്കാം? കാത്തിരുന്ന ദൈവസന്നിധിയിൽ നമുക്ക് പ്രാപിക്കാം. വിശ്വസിക്കുന്നവർക്ക് അത് വ്യാപരിക്കും. രണ്ട് കാര്യം ശ്രദ്ധിക്കണം. കാത്തിരുന്ന് ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുന്നവരെ ദൈവം തന്റെ ശക്തിയാൽ നിറയ്ക്കും. ആ ശക്തി നമ്മൾ വിശ്വസിച്ച് തുടങ്ങുമ്പോൾ നമ്മളിൽ അത് വ്യാപരിക്കാൻ തുടങ്ങും. എഫേസ്യർ 3:20 വായിച്ച് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാം. എഫേസ്യർ 3:20 വായിച്ചു. എഫേസ്യർ 3:20. എന്നാൽ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന് സഭയിലും യേശുക്രിസ്തുവിലും എന്നേക്കും തലമുറ തലമുറയായി നമ്മിൽ വ്യാപരിക്കുന്ന ശക്തി, നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും പരമായി നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന്. ഇനി എല്ലാവരും ശ്രദ്ധിച്ചു, എല്ലാവരും ഇനി ബൈബിൾ ഒന്ന് മാറ്റി, ഞാൻ പറയുന്നത് മാത്രം ശ്രദ്ധിച്ചു. ദൈവശക്തിയുടെ പ്രത്യേകത ഇത് അനുഭവം വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാം. ഇത് നമ്മുടെ ജീവിതത്തിലേക്ക് വരണം, ദൈവശക്തി. ഇത് ഞാൻ ഇത്രയും ബന്ധപ്പെട്ട് പറഞ്ഞെന്തിനാണെന്നറിയാം? ഇത് നിങ്ങളുടെ ജീവിതത്തിലോട്ട് നിൽക്കാൻ. ഇനി ഒന്ന് ശ്രദ്ധിച്ചേ, ഈ ശക്തി നമ്മൾ അനുഭവിക്കണം. ഒന്ന് ബൈബിൾ പറയുന്നു, കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, കഴുകന്മാരെ പോലെ ചിറകടിച്ച് പറന്നുയരും. കാത്തിരിക്കുന്നവർ ശക്തി പ്രാപിക്കും. ദൈവസന്നിധിയിൽ ഇന്നു മുതൽ പ്രാർത്ഥിച്ചോ ശക്തി. കുഞ്ഞുങ്ങളെ എല്ലാവരും ശ്രദ്ധിച്ചോ, ശക്തി ജീവിതത്തിൽ ദൈവം പകരും. ശക്തി കിട്ടിയുള്ള പ്രയോജനം പുതിയ നിയമത്തിൽ പറഞ്ഞു, നിങ്ങൾ കാത്തിരുന്നോ ശക്തി വരും. ശക്തി വന്നാൽ നിങ്ങൾ യെരൂശലേമിലും യഹൂദയിലും എന്റെ ആ സാക്ഷിയാവുന്ന കൂട്ടത്തിന്റെ അകത്ത് ആരുണ്ടായിരുന്നെന്ന് അറിയാമോ? കാത്തിരുന്ന 120 കൂട്ടത്തിൽ പത്രോസ്. അത് പല പരാജയം കണ്ടവനാ. എല്ലാ റൂമിൽ യേശുവിനെ തള്ളിപ്പറഞ്ഞ് മടുത്ത് വല്ലാതെ നിൽക്കുന്നവനാ. ആ പരാജയം കണ്ടവനെ ആത്മപകർച്ച ശക്തീകരിച്ച് അവൻ എഴുന്നേറ്റ് നിന്നപ്പോൾ, ഒറ്റ പ്രസംഗം കഴിഞ്ഞപ്പോൾ 3000 രക്ഷിക്കപ്പെട്ട് സഭയിലേക്ക് വന്നു. അവനെ ദൈവം ശക്തീകരിച്ചു. അപ്പൊ പരാജയം കണ്ടവനെ ദൈവം എന്ത് ചെയ്തു?
ശക്തീകരിച്ചു. ദൈവത്തിൽ അവനെ വിളിച്ചിറക്കിയപ്പോ തൊട്ട് അവനോട് ദൂത് പറഞ്ഞതാ, ഞാൻ നിന്നെ മനുഷ്യനെ പിടിക്കുന്നവനാണ്. അതുവരെ അവൻ മനുഷ്യനെ പിടിച്ചില്ല, ഇടയ്ക്ക് മീനെ പിടിച്ചു. പക്ഷെ എന്തിനെ പിടിച്ചില്ല? മനുഷ്യനെ പിടിച്ചില്ല. പക്ഷെ ദൈവം തന്ന ആ താക്കോൽ ഉപയോഗിച്ച് ആ പെന്തക്കോസ്ത് നാളിൽ ഒറ്റ പ്രസംഗത്തിൽ ഡോറ് തുറക്കുന്ന പോലെ ജാതികളിലേക്ക് തുറന്ന് ചിലതിനെ ഹല്ലേലൂയ പിടിച്ച് കർത്താവിന്റെ നാമമഹത്വത്തിനായി കൊണ്ടുവരാൻ ദൈവം ഉപയോഗിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവശക്തി വ്യാപരിച്ചപ്പോൾ അവന്റെ പരാജയങ്ങൾ മാറി, അവന്റെ ജീവിതത്തിൽ അത്ഭുതം നടന്നു. അപ്പൊ കാത്തിരിക്കുന്നു പ്രാപിക്കും, പ്രാപിച്ചാൽ പരാജയങ്ങൾ മാറും. അടുത്തത് നമ്മൾ പറഞ്ഞു, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം. വിശ്വസിച്ചാൽ ഇത് വ്യാപരിക്കും, ഇത് പുറപ്പെടും. ഹല്ലേലൂയ. വിശ്വസിച്ചാൽ ഈ ശക്തി വ്യാപരിക്കും, ഇത് പുറപ്പെടും. ഹല്ലേലൂയ. വിശ്വസിച്ചുകൊണ്ട് ഒരു സഹോദരി യേശുവിന്റെ തൊങ്ങലിൽ പോയി തൊട്ടതേ ഉള്ളൂ, ശക്തി പുറപ്പെട്ടു. അവിടെ നീണ്ട വർഷത്തെ ബാധ ഒഴിഞ്ഞ് അവള് സ്വസ്ഥമായി തീർന്നു. ഇന്ന് പകൽ ഇതിനകത്തിരിക്കുന്ന ചിലതിനോട് പറയുന്നു, ശക്തി പുറപ്പെട്ടാൽ നിന്റെ ബാധ ഒഴിയോ. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വലിപ്പോ. കരമടിച്ചെന്ന് ദൈവത്തൊന്ന് മഹത്വപ്പെടുത്തിയ കരങ്ങൾ അടിച്ച് അല്പം മിനിറ്റുകൾ. ഇത് സൃഷ്ടിപ്പിന്റെ ശക്തിയാണ്, നിന്നെ വിടിവിക്കുന്ന ശക്തിയാണ്, നിന്നെ സൗഖ്യമാക്കുന്ന ശക്തിയാണ്. ബാധ ഒഴിഞ്ഞ് നീ സൗഖ്യമാകും. നിന്റെ ജീവിതത്തെ മാറ്റുന്ന ശക്തിയാണ്, നിന്നെ രക്ഷിക്കുന്ന ശക്തിയാണ്, നിന്നെ നിലനിർത്തുന്ന ശക്തിയാണ്, നിനക്ക് വേണ്ടതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന ശക്തിയാണ്, ശത്രുക്കളുടെ മേൽ ജയം തരുന്ന ശക്തിയാണ്. There is power of God.